സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ടവരെ, കഥയിലെ പുതുസ്വരങ്ങളെന്ന് കേൾക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അർത്ഥം വരും. ഇന്നത്തെ കഥയിലെ പുതുസ്വരങ്ങൾ എന്താണ്? ആ അർത്ഥത്തിൽ വളരെ വിശാലമായ ഒരു സാധ്യത ആ ഒരു വിഷയത്തിനുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സമകാലിക കഥയിലെ വളരെ ശ്രദ്ധേയരായ ഈ സ്വരങ്ങൾ കേൾപ്പിച്ചിട്ടുള്ള പുതിയ 3 സ്വരങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ചർച്ചയിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ വിഷയം ഈ രണ്ട് രീതിയിലും സമീപിക്കേണ്ടതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ആലോചിക്കുന്ന ഒരു രീതി, മലയാള കഥയിലെ ഇപ്പോഴത്തെ ചെറിയ പുതുസ്വരങ്ങളെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ കഥാകൃത്തുക്കളുടെ കഥകളിൽ അത് ഏത് രീതിയിൽ വരുന്നു എന്നുള്ളതാണ് അന്വേഷിക്കാമെന്ന് കരുതുന്നത്. ഇപ്പോൾ ഇവിടെ 3 കഥാകൃത്തുക്കൾ വന്നിട്ടുണ്ട്. ഇതിലെ സുഭാഷ് ഓട്ടുംപുറത്തിൻ്റെ കഥ ഈ ഇവരെല്ലാം തന്നെ 2018 ശേഷം എഴുതി തുടങ്ങിയവരാണ്. ഒരു 10 വർഷം പോലും കഥയിലാകാത്തവരാണ്. ചിലരൊക്കെ 20-22 എഴുതിയവരാണ്. ആ രീതിയിൽ വന്നവരാണ് ഈ കഥാകൃത്തുക്കളെല്ലാം തന്നെ. സുഭാഷ് ഈ ഒരു ചെറിയ കാലത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 6 കഥാസമാഹാരങ്ങൾ വന്നു കഴിഞ്ഞു. ഈ 6 കഥാസമാഹാരങ്ങളും കൂടെ ഏകദേശം ഒരു 50-ലധികം കഥകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് തന്നെ പലയിടത്തും പറയുന്നത് പോലെ എൻ്റെ എല്ലാ കഥകളും വ്യത്യസ്തമായിരിക്കണമെന്ന് ഒരുപാട് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പം വായനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കത് പലതും ആ രീതിയിൽ തോന്നിയിട്ടുമുണ്ട്. അപ്പം ഇവരുടെ ഈ പുതു കഥകളുടെ ഒരു പൊതു സ്വഭാവം ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് എല്ലാ തലമുറയിലും പെട്ട വായനക്കാരനെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ജൻസി തലമുറ മുതൽ വളരെ മുതിർന്ന ചേട്ടൻ വരെയുള്ള കഥാകൃത്തായിട്ടുള്ള ചേട്ടൻ വരെ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ പുതുതലമുറയുടെ കഥകളെക്കുറിച്ച് ഒരു കിട്ടിയ സമയം കൊണ്ട് ഞങ്ങൾ ചാനലിൽ സംസാരിച്ചു. പുതുതലമുറയ്ക്കും ഈ കഥകൾ സ്വീകരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വായനയുടെ നമുക്ക് അതിനൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് വളരെ പാടാണ്. ഈ റീലൊക്കെ കണ്ട് ചെറിയ കുറിപ്പുകൾ, ചെറിയ കഥകൾ ഒക്കെയാണ് പുതിയ തലമുറയുടെ. ഒരു സി വി രാമപിള്ളയുടെ കഥയൊന്നും അല്ലെങ്കിൽ നോവലൊന്നും വായിക്കാനുള്ള ഒരു ക്ഷമ പുതിയ കാലത്തെ വായനാശീലത്തിനില്ല. ചെറിയ സംഭവങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഇവരുടെ എന്നല്ല, ഈ പുതുകഥയുടെ ഒരു സ്വഭാവം, അത് ചെറിയ പ്രായത്തിലുള്ളവരും വലിയ ആൾക്കാരും എല്ലാ പ്രായത്തിലുള്ളവരും ഒരുപോലെ ഈ കഥയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആവണം ഇതേപോലെയുള്ള ഹോർത്തൂസ് പോലെയുള്ള ഒരു വലിയ പരിപാടിയിൽ ഈ 3 ചെറുകഥാകൃത്തുക്കളുടെ കഥകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് അഭിയത്തിൻ്റെയും ജിൻഷയുടെയും കൂടെ പ്രായം കൂട്ടിയാൽ പോലും എൻ്റെ പ്രായമാകത്തില്ല, പിന്നെ ഒരു 10 വയസ്സോടെ കൂട്ടണം. അത്ര പ്രായ വ്യത്യാസത്തിലുള്ള എന്നെ ഈ കഥകൾ ഇവിടെ കഥകളിലൂടെ ഇവരെ അവതരിപ്പിക്കാനായിട്ട് ക്ഷണിച്ചതിൻ്റെ കാര്യം ഈ കഥകൾ വായിച്ചാൽ എനിക്ക് കൺവേ ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ആ കഥകളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം നമ്മുടെ അങ്ങേറ്റം മുതൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സുഭാഷ് ഓട്ടുംപുറത്തിൻ്റെ കഥകൾ നമ്മൾ ഈ സംഗീതത്തിനൊരു ഒരു ശ്രുതി ചേർന്ന് വരുന്നത് പോലെ സുഭാഷിൻ്റെ ഏത് കഥകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാലും വളരെ ഒരു ശാന്തമായ അല്ലെങ്കിൽ വളരെ രൗദ്രമായ പല രീതിയിലുള്ള ഒരു കടലിൻ്റെ ഒരു ശ്രുതി പോലെ കടലിരമ്പം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഏത് കഥ വായിച്ചു കഴിഞ്ഞാലും ഒരു 90% കഥകൾ വായിച്ചു കഴിഞ്ഞാലും ആ കടലിൻ്റെ ഒരു ഇരമ്പം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം, ഏതൊരു കഥയിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, എനിക്ക് പരിചയമില്ലാത്ത ഒരു ദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കടലിരമ്പം ശ്രദ്ധിക്കും, എനിക്ക് ദിക്കുകൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, അത് പടിഞ്ഞാറ ദിക്കിന്നേ വരത്തുള്ളൂ, എത്ര ദൂരമുള്ളതാണേലും ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് കടലിരമ്പം കേൾക്കാൻ സാധിക്കും, അങ്ങനെയാണ് ഞാൻ ദിക്കുകൾ തിരിച്ചറിയുന്നതെന്നൊരു കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കടലുകൾ ധാരാളമായിട്ട്, കടലുകളുടെ വൈവിധ്യമാർന്ന കടലുകൾ, ഒരു കടലേ ഉള്ളെങ്കിലും നമുക്കറിയാമല്ലോ എത്രയോ തിരമാലകളാണല്ലേ, ഓരോ തിരമാലകളും വൈവിധ്യമുള്ളതാണ് എന്ന് പറഞ്ഞ പോലെയാണ് അദ്ദേഹം ഈ കടലിനെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു ചോദ്യം, ഇത്രയധികം കടലുകളെ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? വൈവിധ്യമാർന്ന ഇത്രയധികം കടലുകളെ ഈ കഥകളിലേക്ക് ഉൾക്കൊള്ളുകയും ഓരോ കഥകളും വ്യത്യസ്തമായിട്ടുള്ള കടലനുഭവങ്ങളായിട്ട് മാറിയത് എങ്ങനെയാണ്? അത് പുതിയ കഥയുടെ ഒരു രീതിയാണ്. കാരണം പ്രാദേശികമായിട്ടുള്ള ഇതേപോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിലൂടെ എങ്ങനെയാണ് ഈ വൈവിധ്യമാർന്ന കടലുകളെ തൻ്റെ ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചതെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു സംശയം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കടപ്പുറക്കാരനാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഇനി വളരാൻ ആഗ്രഹിക്കുന്നതും കടപ്പുറത്ത് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിപ്പോഴും കടപ്പുറത്താണ്. അപ്പം എൻ്റെ ഒരു ദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
കടലിനും പുഴയ്ക്കും ഇടയിൽ ഏതാനും മീറ്ററുകൾ മാത്രം വീതിയുള്ള ഒരു പ്രദേശമാണ്. ഒരു കിലോമീറ്റർ, എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ കടലും പുഴയും ചേരുന്ന അഴിമുഖം. ചുരുക്കി പറഞ്ഞാൽ 3 ഭാഗം വെള്ളമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പം എൻ്റെ കഥയിൽ മാഷ് പറഞ്ഞ പോലെ ഒരുപാട് കഥകളിൽ അറിയാതെ പോലും കടൽ എന്നുള്ള വാക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം, വേണമെങ്കിൽ പ്രണയം എന്ന് പറയാം, അത് പുഴനോടാണ്. പക്ഷേ കടൽ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോഴും പല കഥകളിൽ കടൽ വന്നിട്ടുണ്ടെങ്കിലും കടലിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പകർത്തി വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കടലിനെ മാത്രമല്ല, കടപ്പുറത്തെ ജീവിതങ്ങളെയും. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലല്ല കടലും കടപ്പുറവും. ഉദാഹരണത്തിന് അതിരാവിലെ നമ്മളൊക്കെ എഴുന്നേൽക്കുന്നതിന് എത്രയോ മുമ്പ് പുലർച്ചെ ഒരുപക്ഷെ 3 മണിക്കൊക്കെ ഈ കടലിൽ പണിക്ക് പോണ ആൾക്കാർ എണീക്കേണ്ടി വരും. എന്നിട്ട് പെരുമഴയാണെങ്കിൽ ആ പെരുമഴയത്ത് ഇവർ കടലിലേക്ക് ഇറങ്ങണം. ഞാൻ കൂലിപ്പണിക്കാരനാണ് കേട്ടോ. ഞാനൊരു തെറ്റിദ്ധാരണ പലരും ഞാൻ അധ്യാപകനാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അപ്പം ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ, പണി തുടങ്ങിയാൽ എനിക്ക് 1000 രൂപ ഉറപ്പാണ്. പക്ഷേ ഒരു കടൽപ്പണിക്കാരന് അങ്ങനെ ഉറപ്പിക്കാൻ വയ്യ. അയാൾ കടലിൽ പോയി ഒത്തിരി മീൻ തിരഞ്ഞാലും ഒരുപക്ഷെ കിട്ടിയില്ല എന്ന് വരും. അങ്ങനെ ഒരു ദിവസം മുഴുവനും അയാളുടെ അധ്വാനം വേസ്റ്റ് എന്ന് മാത്രമല്ല, അന്നത്തെ കടലിൽ ഈ മീൻ തരാൻ വേണ്ടി ചിലവാക്കിയ എണ്ണ ഒരുപക്ഷെ 50,000-60,000 രൂപേൻ്റെ എണ്ണ കത്തിച്ചിട്ടായിരിക്കും ഒരു പോണത്. പോയി തിരിച്ച് വരുമ്പോൾ വെറും കൈയോട് കൂടിയായിരിക്കും വരിക. അപ്പോൾ അന്നത്തെ പണിയും വേസ്റ്റായി. അതുപോലെ അത്രയും എണ്ണ പൈസ കടായി. ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥിരം വാക്കാണ് എണ്ണ പൈസ കടായി എന്നുള്ളത്. ഞാൻ എന്നും കേൾക്കണ വാക്കാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിന് അതേ രീതിയിൽ എനിക്ക് ഇതുവരെ കഥയിലും ഒന്നും പകർത്തി വെക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, കടപ്പുറത്തെ പെണ്ണുങ്ങളെ കാര്യമാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ളത്. ഈ രാവിലെ ഇവരുടെ ഭർത്താക്കന്മാർ എണീച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ തുടങ്ങും ഇവരുടെ പണി. അങ്ങനെ പണിയൊക്കെ ഒരുവിധമൊക്കെ ഒതുക്കി രാത്രി ഒന്ന് ഉറങ്ങാൻ നേരത്തായിരിക്കും ഒരു 11-12 മണി സമയത്ത് കടലിൽ പോയ ഭർത്താവ് അല്ലെങ്കിൽ ബാപ്പ, അച്ഛൻ ഒക്കെ ഇങ്ങനെ മടങ്ങി വരുന്നത്. ഇവളെ അന്നത്തെ പണിൻ്റെ എല്ലാ ക്ഷീണം കാരണം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിലിനെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഇവൾ എണീച്ചിട്ട് ആ ഭർത്താവ് കൊണ്ടുവരുന്ന ആ മത്സ്യം അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇവർ അപ്പം തന്നെ എണീച്ച് വെട്ടി കഴുകി വൃത്തിയാക്കി കറി വെച്ച് കൊടുക്കും. അപ്പം ഇങ്ങനത്തെ ഈ ജീവിതങ്ങളെ അതേ തീവ്രതയോടുകൂടി എനിക്ക് പകർത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്രയേറെ വൈവിധ്യമുള്ള കടലുകൾ എന്ന് നിങ്ങൾ പറയുന്ന രീതിയിൽ എനിക്ക് കഥയിൽ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് അറിയില്ല അത് അത്രത്തോളം വിജയിച്ചോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ അവിടുത്തെ ഓരോ മനുഷ്യനും ഓരോ കടലാണ്. കാരണം കടലിൽ പോയിട്ട് തിരിച്ച് വരാത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ചിലർ 2-3 ദിവസം കഴിഞ്ഞാലും കടലിൽ മുങ്ങിക്കഴിഞ്ഞാൽ 3-ാം ദിവസം പൊങ്ങുന്നതാണല്ലോ പറച്ചിൽ. പക്ഷേ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ സംഭവിക്കലില്ല. ചിലരൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ കരുതുന്നത് അങ്ങനെ വരാത്ത ആളുകൾക്ക് ചെകിളപ്പൂക്കൾ മുളച്ചിട്ടുണ്ടാവും. അവരിപ്പോഴും കടലിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒരു ദിവസം നമ്മളൊക്കെ കാണാൻ വേണ്ടി പൊങ്ങി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജിൻഷയുടെ കഥകൾ ഈ അച്ചടി മാധ്യമങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നവർ അധികം കണ്ടു കാണാനിടയില്ല. നവമാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും എഴുതി മലയാള ചെറുകഥാരംഗത്ത് തൻ്റേതായ ഒരു ഇടം കഴിഞ്ഞ 2-3 വർഷക്കാലം കൊണ്ട് നേടിയെടുത്ത എഴുത്തുകാരിയാണ് ജിൻഷ. അധികം എഴുതിയതും ഓൺലൈനിലാണ്. ജിൻഷയുടെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും പറയുന്ന ഈ ഉട പോലും വന്നത് ഓൺലൈൻ മാഗസീനിലാണ്, അച്ചടി മാധ്യമങ്ങളിലല്ല വന്നത്. പക്ഷേ അച്ചടി മാധ്യമങ്ങളിലൂടെ കഥ വന്നെങ്കിലേ ഒരു കഥാകൃത്താവിലെ എഴുതാൻ അവസരം ഉണ്ടാവും എന്നുള്ളതിന് അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ജിൻഷ എഴുതിയത്. എഴുതിയ ഒരു 80% എനിക്ക് തോന്നുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെയാണ്. പക്ഷേ നവമാധ്യമങ്ങളിലൂടെ എഴുതുമ്പോൾ തന്നെ ജിൻഷ എന്ന കഥാകാരി നമ്മുടെ ചെറുകഥാലോകത്ത് വളരെ സജീവമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2-3 വർഷം മുമ്പുള്ള KLF-നൊക്കെ പോകുമ്പം ജിൻഷ അന്ന് അവിടെ കഥാകാരിയായിട്ട്, അന്ന് അച്ചടി മാധ്യമങ്ങളിൽ ഒരു കഥ പോലും വന്നിട്ടില്ല. അങ്ങനെ അന്ന് ഞാൻ ജിൻഷ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജിൻഷയുടെ ഈ ഉടയാണ് ഏറ്റവും ഈ ശ്രദ്ധേയമായത്. ഉട DC ബുക്സ് അച്ചടിച്ച് വന്നതിന് ശേഷമാണ് ഇത്രയധികം വായനക്കാരെ ഈ ഉടയ്ക്കുണ്ടാകുന്നതും. അതിൻ്റെ 6-7 എഡിഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ജിൻഷയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഉട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് തെയ്യവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അണിയലങ്ങളിലൊന്നാണ്. കുരുത്തോല കൊണ്ടുള്ള ഒരു പാവാട പോലെ അരയിൽ കെട്ടുന്ന അങ്ങനെയുള്ളൊരു അണിയലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉട വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, എത്രയോ തെയ്യം കഥകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ അടുത്ത നാളിൽ പ്രത്യേകിച്ച് ഈ
പി പി പ്രകാശൻ മാഷിൻ്റെ ദൈവം ഒരു ദുരന്ത നായകൻ, അല്ലെങ്കിൽ എം വി ജനാർദ്ദനൻ്റെ പെരുമലയൻ, ഈ നോവലൊക്കെ വളരെ ശ്രദ്ധേയമായതാണ്. അംബിക സൈൻ മാഷാണെങ്കിൽ ധാരാളം തെയ്യം കഥകൾ എഴുതിയിരിക്കുന്നു. തെയ്യം കഥകൾ അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയുമുണ്ട് ഈ കണ്ണൂർ മേഖലയിൽ നിന്ന് ഷാജികുമാറിൻ്റെ മരണവംശത്തിലെ ശരിക്കും അവിടെ പൂരക്കളിയാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളതെങ്കിൽ പോലും അതിൻ്റെ ഒരു പശ്ചാത്തലം, തെയ്യത്തിൻ്റെതായിട്ടൊരു പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ തെയ്യം വളരെ സജീവമായിട്ട് കഥകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തുടക്കക്കാരിയായിട്ട് വന്ന ജിൻഷയ്ക്ക് എങ്ങനെയാണ് അതിനൊരു ആത്മധൈര്യം ഉണ്ടായത്? ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തെയ്യം കഥ എഴുതാനായിട്ട് എങ്ങനെ സാധിച്ചു? അതിനകത്ത് കഥയെപ്പറ്റി ഞാൻ സൂചിപ്പിക്കുന്നില്ല, വളരെ ഗംഭീരമായ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു തെയ്യം കലാകാരൻ്റെ കഥയാണ്. അത് എങ്ങനെയാണ് ഈ തെയ്യം കഥകളിലേക്ക് വന്നതെന്ന് ഒന്ന് പറയുക. എല്ലാവർക്കും നമസ്കാരം. മാഷ് ചോദിച്ചതുപോലെ കുറേ തെയ്യക്കഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ധൈര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഉത്തരം ആദ്യം തന്നെ പറയാം. അവരെയൊക്കെ വായിക്കുന്ന അത്ര ആൾക്കാർ എന്നെ വായിക്കൂല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെയ്യക്കഥയാണ് എഴുതിയത്. പക്ഷെ അത് പ്രസിദ്ധീകരിക്കാൻ എവിടെയെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലും ഒരാൾ വായിച്ചു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എഴുതാനുണ്ടായിരുന്ന സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെയ്യം എന്ന് പറയുന്നത് ഇപ്പോൾ കാന്താര സിനിമയൊക്കെ 1ഉം 2ഉം ഭാഗമായിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ അടുത്തൊരു റീല് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എനിക്ക് തോന്നുന്നു മട്ടന്നൂർ ഭാഗത്ത് ഒരു തെയ്യത്തിന് ചുറ്റും മൊബൈൽ ക്യാമറകൾ ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ട് തെയ്യത്തിന് അതിൻ്റെ ചടങ്ങൊന്നും നടത്താൻ പറ്റാത്തൊരു റീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതുവരെ അങ്ങനെ അത്രയധികം മൊബൈൽ ക്യാമറകളോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സോ ഒന്നും തെയ്യത്തിനെ പകർത്താൻ വന്നിട്ടില്ല. ഇപ്പോഴും പഴയ അതേ ചടങ്ങിലേക്കൂടി തെയ്യം നടത്തുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ മൊബൈൽ ക്യാമറകൾ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ വന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന തെയ്യം കലാകാരന്മാരും അതിനെ പറ്റിയിട്ട് എതിർത്ത് സംസാരിക്കുന്ന തെയ്യം കലാകാരന്മാരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ അല്ലെങ്കിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്തൊക്കെ ഈ തെയ്യം കുറച്ച് വൈറലായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പറയുന്ന എല്ലാ കഥകളിലും ഒരുപക്ഷെ ഒരൊറ്റ തെയ്യത്തിൻ്റെ കഥയിലൂടെ പോയി ആ ഒരു തെയ്യം കെട്ടുന്ന ആളിലേക്ക് മാത്രം ഇറങ്ങി നിൽക്കുന്നതായിട്ടാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ എനിക്കത് കുറച്ചും കൂടെ വിശദീകരിച്ച് പറയണം തോന്നി. പ്രത്യേകിച്ച് ഒട എന്ന് പറയുന്ന കഥയിൽ തെയ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു സ്റ്റോറി പറയുന്നുണ്ട്. വായിച്ചിട്ടുള്ള കുറേ ആൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് തെയ്യം ഉണ്ടായിട്ടുള്ളതെന്ന്. ഞാൻ കേട്ടിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ആൾക്കാരെ എഴുതിയതായിട്ട്. പക്ഷെ അത് അങ്ങനെയല്ല. തെയ്യം എങ്ങനെ ഉണ്ടായെന്നുള്ളതിന് എന്തൊക്കെയോ കഥകൾ കണ്ണൂർ ഭാഗത്തൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കഥ ഞാൻ ഏതോ ഒരു കുട്ടിക്കാലത്ത് ഞാൻ ഉള്ളിൽ വിചാരിച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു. ഇങ്ങനെയാണ് തെയ്യം ഉണ്ടായത്. തെയ്യം എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കറിയാം. ഏറ്റവും നമ്മൾ അധകൃതർ എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലം തൊട്ട് നമ്മൾ പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും കാണപ്പെട്ട ദൈവമാണ് ഈ തെയ്യം എന്ന് പറഞ്ഞ രൂപം. അപ്പം ഞങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ള ഞങ്ങളുടെ ദൈവരൂപമാണ്. അപ്പോൾ അത്രയും ഞങ്ങൾക്ക് അടുപ്പമുള്ള ഒരു അനുഷ്ഠാന രൂപം അല്ലെങ്കിൽ ദൈവസങ്കല്പം അതൊരു ദേശത്തിൻ്റെ തന്നെ അടയാളപ്പെടുത്തലായിട്ട് എങ്ങനെ മാറി, അല്ലെങ്കിൽ എങ്ങനെ അത് ഈ പറയുന്ന പോലെ നമ്മൾ ജാതിക്ക് അതീതമായിട്ട് അതെങ്ങനെ ഇത്രയും മനുഷ്യരോട് ചേർന്ന് നിന്നു എന്നുള്ളൊരു സംശയം കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയായിരുന്നു ഈ ഒടയിൽ തെയ്യം എങ്ങനെ വന്നു എന്നുള്ള കഥ. ഞാൻ നോക്കിയപ്പോൾ ഈ തെയ്യക്കഥ എഴുതിയവരാരും അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടില്ല. തെയ്യം എങ്ങനെ ഉണ്ടായി എന്നൊരു കഥ ആരും അവരുടെ സങ്കല്പത്തിൽ നിന്നൊന്നും പറഞ്ഞതായിട്ട് കണ്ടില്ല. എല്ലാവരും ഓരോ തെയ്യത്തിനെ എടുത്തിട്ട് മാത്രമായിരുന്നു. ഇപ്പോൾ കുറേ തെയ്യങ്ങളെ മുച്ചിലോട്ട് ഭഗവതീനെ എടുത്ത് പറഞ്ഞവരുണ്ട്, ഇപ്പോൾ മുത്തപ്പനെ എടുത്ത് പറഞ്ഞവരുണ്ട്. അംബികാസുധമാഷിൻ്റെ ഏറ്റവും പുതിയ കഥ എനിക്ക് തോന്നുന്നു തോട്ടുംകര പോതി എന്ന് പറഞ്ഞിട്ടൊരു തെയ്യത്തിനെ കുറിച്ചുള്ളതായിരുന്നു. പക്ഷേ അതിലൊക്കെയും തെയ്യം എങ്ങനെ ഉണ്ടായി എന്നോ അല്ലെങ്കിൽ തെയ്യത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റമോ ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഞങ്ങളുടെ നാട്ടിലെ തെയ്യത്തിൽ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ഏറ്റവും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാനിപ്പോൾ. അതിൻ്റെ തോറ്റമ്പാട്ടിലടക്കം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആചാരത്തിലും കുറേ ചിട്ടവട്ടങ്ങളിലും ഒക്കെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്നത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത് പോലെ അല്ല തൊട്ടടുത്ത വർഷം അവർ ചിട്ടകൾ നടത്തുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് ശരിക്കും ഒരു തെയ്യം കലാകാരൻ ഏറ്റവും തെയ്യമെന്ന് പറയുന്നത് ജീവിതത്തിനെ തന്നെ അല്ലെങ്കിൽ ജീവിതമായിട്ട് മാറിയിട്ടുള്ള തെയ്യ കലാകാരൻ എൻ്റെ നാട്ടിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു അദ്ദേഹത്തിൻ്റെ കഥ തന്നെയാണ്. അദ്ദേഹം പലപ്പോഴായിട്ട് ഞങ്ങളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഒടയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തെയ്യം കഥകൾ നിലനിൽക്കെ തന്നെ എന്തിനു പിന്നെയും തെയ്യക്കഥ എഴുതി എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹം പറഞ്ഞ കഥകളാണ്. ആ കഥയും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തെയ്യത്തിൻ്റെ കഥയാണ്. അത് മറ്റൊരാൾ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ എഴുതി. മാതൃഭൂമി സാഹിത്യ മത്സരത്തിലൂടെയാണ് നമ്മൾ അഭിജിത്തിനെ ആദ്യമായിട്ട് കാണുന്നത്. മാതൃഭൂമിയിലാണ് ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്നതും. നമ്മുടെ കാലടി സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ് ഇപ്പോഴും, അല്ലേ? ഇപ്പം കേരള സർവകലാശാലയിലേക്ക് മാറി, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ പുതുകഥകളിൽ പെട്ടെന്ന് ആദ്യ സമയങ്ങളിൽ കേട്ട വലിയൊരു ശക്തമായ ഒരു നിരൂപണം ഉണ്ടായിരുന്നു. പുതുകഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അസഭ്യം പറയുക, മദ്യപിക്കുക, പിന്നെ കുറച്ച് പോത്ത് വരട്ടിയത് കൊണ്ട് വനത്തിലേക്ക് പോവുക, ഒരു നായാട്ട് നടത്തുക, ഇതിൻ്റെ പിന്നെ ഒരു വയലൻസ്. അപ്പോൾ ഇങ്ങനെയാണ് പുതുകഥകൾ എന്നുള്ള ഒരു വലിയ വിമർശനം ഉണ്ടായി. പക്ഷേ നമ്മുടെ പുതിയ തലമുറ അത് തള്ളിക്കളയുകയും ചുരുളിയും ജല്ലിക്കെട്ടും അടക്കമുള്ള സിനിമകളെല്ലാം വളരെ അതിന് തുടർച്ചയായിട്ട് വന്ന തല്ലുമാല സിനിമകളൊക്കെ വളരെ വലിയ വിജയമായി മാറിയപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഈ കഥകൾക്ക് അങ്ങനെയുള്ള ഒരു നിരൂപണം ഒരുപക്ഷെ എൻ്റെ തലമുറയിൽപ്പെട്ടവരൊക്കെയാണ് ആ ഒരു രീതിയിലുള്ള ശക്തമായിട്ടുള്ള നിരൂപണം കൊണ്ടുവന്നത്. അതിനകത്തെല്ലാം പറയുന്നതായിരുന്നു വയലൻസും പോത്ത് വരട്ടിയതും കാട്ടിലോട്ട് പോവുക, വാറ്റ് ചാരായം, ഇങ്ങനെയൊക്കെയുള്ള ചില ഈ സംഭവങ്ങളിലൂടെയാണ് പുതിയ കഥകൾ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കഥ തന്നെ അത് തന്നെ ഒരു കഥ ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ആദ്യ സംഹാരത്തിൻ്റെ ഒരു ബ്ലഡ് റെവല്യൂഷനാണ്. അതിൽ ആ രീതിയിൽ ഒരു കഥയിലേക്ക് വന്നിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, മിത്തുകൾ, പല രീതിയിലുള്ള ചരിത്ര വിഷയങ്ങളെല്ലാം കൂടി ചേർന്നുള്ള ഒരു കഥയാണ് ഈ ബ്ലഡ് റെവല്യൂഷൻ. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കഥയാണ്. അപ്പോൾ ആ കഥയിലേക്ക് വന്ന വഴി അദ്ദേഹം പറയും. എല്ലാവർക്കും നമസ്കാരം. മാഷ് ഒരുപാട് ചോദ്യം ചോദിച്ചു. ബ്ലഡ് റെവല്യൂഷനിലേക്ക് വന്ന വഴി എന്ന് പറയുന്നത് മാതൃഭൂമി വിഷുപ്പതിപ്പ് മത്സരം നടക്കുന്ന സമയത്താണ് ആ കഥ എഴുതുന്നത്. അപ്പോൾ ആ എഴുതി കഴിയുന്ന സമയത്ത് തന്നെ വിഷുപ്പതിപ്പ് മത്സരത്തിന് അയക്കുന്നു. അങ്ങനെയാണ് അത് വരുന്നത്. പക്ഷേ അത് കുറേ നാളത്തെ നമ്മളെ കാഴ്ചയുടെയും അനുഭവങ്ങളുടെയൊക്കെ ഒരു തുകയായിരിക്കും എല്ലാവരുടെയും കഥ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ബ്ലഡ് റെവല്യൂഷനിലും കടന്നു വരുന്നത്. അതിൽ പറഞ്ഞ പോലെ വയലൻസ് ആ ഒരു കാലഘട്ടത്തിൻ്റെ നമുക്കറിയാം 2014-15 മുതലൊക്കെ തന്നെ ഇന്ത്യയിൽ വയലൻസ് എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തെരുവിൽ നിന്ന് നമ്മളൊരാളെ തല്ലുന്നു എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യവും അതേസമയത്ത് തെരുവിൽ നിന്ന് ഉമ്മ വെച്ചാൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നൊരു കാലം ആണ്. അപ്പോൾ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ കൗതുകമൊന്നും ഇല്ല. മറിച്ച് എങ്ങനെ കൊന്നു എന്നുള്ളതാണ് കുറച്ചുകൂടെ കൗതുകം എന്ന് തോന്നിയിരുന്നു. അതായത് ഇപ്പോൾ തൊലി വലിച്ചിളക്കി കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമുണ്ട്. അല്ലെങ്കിൽ ഓരോരോ പീസായിട്ട് വെട്ടി കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കൊന്നു എന്നതിനുള്ളതിൻ്റെ നരേഷൻ ആണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതായിരുന്നു. ഇപ്പോൾ സുദീപേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. സുദീപേട്ടൻ, അതുപോലെ തന്നെ വിനോയ് തോമസ്, ഹരീഷ്, അതുപോലെ വിവേക് ചന്ദ്രൻ, ഇവരുടെയൊക്കെ ഒരു ഫ്രാൻസിസ് നറോണ, ഇവരൊക്കെ തുടങ്ങി വെച്ചൊരു കാലത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ എഴുത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് നമ്മളുമൊക്കെ ആദ്യകാലത്ത് ഇപ്പോൾ ജിൻഷയാണെങ്കിലും സുഭാഷ് ചേട്ടനൊക്കെ ആണെങ്കിലും അങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആണ് നമ്മളും പിന്തുടർന്നു വന്നത്. അന്ന് കഥയെപ്പറ്റിയോ അല്ലെങ്കിൽ കഥ എങ്ങനെ എഴുതണമെന്നോ എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് പുതിയ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാടും നമ്മുടെ നാടിലെ കഥകളും അറിവുകളും ഒക്കെ വെച്ചുകൊണ്ട് അതിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് അത് ചെയ്തത്. പിന്നെ അതിൽ മിത്തുകൾ കടന്നു വന്നത് ഒക്കെ അത് വളരെ സ്വാഭാവികമാണെന്ന് കരുതുന്നു. കാരണം നമ്മുടെ ചരിത്രവും നമ്മുടെ ജീവിതവും ഒക്കെ തന്നെയും നമുക്ക് ഒരു അത്തരം മിത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ്. ഇപ്പം മിത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഗണപതി മിത്താണോ ദൈവമാണോ ദൈവഭാവന, ഇതൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം സംഘർഷങ്ങളെ കഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനെ സമകാലികമായിട്ട് നിർത്താൻ ഞാൻ കണ്ട ഒരു ഉപാധി. വയലൻസ്, അതിലുള്ള അവതരണം ഒക്കെ ഈ കഥയെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ചില ഉപാധികളായിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് ആ കഥ എഴുതുമ്പോൾ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം,
ഈ വിഷയങ്ങളെ പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യുക. അതായത് എങ്ങനെയാണ് നമ്മുടെ നാടൻ ദൈവങ്ങളെ ആര്യവൽക്കരിച്ച് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ദൈവഭാവനയെ അത് ഒരു ഉപകരണമാക്കി എടുത്തുകൊണ്ട് മനുഷ്യരെ ഉപദ്രവിക്കാനുള്ള ഒരു ഉപാധിയാക്കുന്നത് മനുഷ്യർ തന്നെ എന്നെല്ലാം ഉള്ളൊരു ചിന്തയാണ് ആ കഥയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിലോട്ട് വന്നതും ആ കഥ എഴുതിയതും. സുഭാഷിൻ്റെ കഥകളുടെ ഈ ടൈറ്റിലുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സിനിമയെ അണിഞ്ഞവൾ, അതുപോലെ തന്നെ പുഴകൾ തിരിച്ചു നൽകിയത്, ആ ഒരു രീതിയിൽ, പിന്നെ പ്രതിവിഷം, അപരിചിത കാമുകൻ, ഈ കഥകളിലെല്ലാം തന്നെ ഒരു മരണമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് ഓരോ കഥയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അപരിചിത കാമുകൻ എന്നുള്ളത്തെ മരണം അശോകൻ ഒരാളുടെ ഒരു മരണമാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരാൾ, ആ ആളാണ് മരിച്ചത്, ഇങ്ങനെ അദ്ദേഹത്തിനെ അവിടെ പിന്നെ കണ്ടല്ലോ, ഒരു മരണത്തെയാണ്. സിനിമയെ അണിഞ്ഞവൾക്കകത്താന്നേലും ഏകദേശം നമ്മളുടെ സിൽക്ക് സ്മിതയുടെ ആ ഒരു കാലത്ത് അവരുടെ ആത്മഹത്യ കഴിഞ്ഞിട്ട് സമാനമായിട്ടുള്ള മറ്റൊരു ആൾ മരിക്കുന്ന ഒരു കഥയാണ്. ഈ ഒരേ കടലിലെ കപ്പലുകളിലാണെങ്കിൽ ഒരു വളരെ പ്രായമായ ഒരു 116 വയസ്സോളം ഉള്ള ഒരു അമ്മൂമ്മയാണ് മരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം ഏറ്റവും പുതിയ സമാഹാരത്തിലൊന്നായ പ്രതിവിഷത്തിലെ മകള് മരിക്കുക, ജാനി എന്ന് പറയുന്ന മകളുടെ ഒരു മരണത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ആ കഥ വരുന്നത്. ഇത് സുഭാഷ് അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ മരണത്തിൻ്റെ ഈ പ്രതിപാദ്യമുള്ളത്? എന്നാൽ ബാക്കി ഏതാണ്ട് 50ഓളം കഥകൾ എഴുതിയാലൊന്നും മരണമില്ല. ഈ മരണത്തിൻ്റെ കഥകളുള്ളത് മാത്രമാണ് ഈ ടൈറ്റിൽ എടുക്കേണ്ടത്. എല്ലാ ടൈറ്റിൽ കഥകളും മരണവുമായി ബന്ധപ്പെട്ട കഥകളാണ്. അപ്പോൾ ഇത്രയധികം ഈ മരണങ്ങൾ ഒരു മരണത്തിന് വേറൊരു മരണവുമായിട്ട് സാദൃശ്യമില്ല. അങ്ങനെയാണ് ഇതിനകത്തെ മരണങ്ങൾ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വൈവിധ്യമാർന്ന മരണങ്ങളും ഈ മരണങ്ങളോടുള്ള പ്രത്യേകതകൾ കൊണ്ടാണോ ഈ 10ഓളം കഥകളുള്ള സമാഹാരങ്ങൾക്കെല്ലാം ഈ മരണത്തിൻ്റെതായ ഇതിവൃത്തം വരുന്ന കഥകളെ ടൈറ്റിലാക്കിയത്? അതങ്ങനെ ബോധപൂർവം ചെയ്തതല്ല. മാഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കണത്. ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ചും കൂടി വൃത്തിയായിട്ടൊന്ന് ആലോചിക്കേണ്ടി വരും. ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ അധികം വണ്ടി വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ഓട്ടോറിക്ഷയൊക്കെ എപ്പോഴും വരുള്ളൂ. അപ്പോൾ അതിനെ തൊടാൻ വേണ്ടി ഞങ്ങൾ ഓടി വരും. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൻ്റെ മുമ്പിലുള്ള മെയിൻ റോട്ടിലാണ് ബസ്സുകളൊക്കെ ഞാൻ ശരിക്കും കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ബസ് കാണുമ്പോൾ അതിൻ്റെ ബസ്സാണ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ബസ്സായി. അപ്പോൾ അടുത്ത ബസ് വരുമ്പോൾ എൻ്റെ സുഹൃത്ത് വരാതെ അവൻ്റെ ബസ്സാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ ബസ്സുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു 6 ബസ്സിൻ്റെ മുതലാളിയായിരുന്നു അന്ന്. അത് അവർക്കറിയില്ല. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം റോട്ടിൽ നിൽക്കുക ഞങ്ങളെല്ലാവരും, കുട്ടികളാണ്. അപ്പോൾ ഒരു അപൂർവ വാഹനം ഇങ്ങനെ ഒഴുകി വരികയാണ്, ആംബുലൻസ്. അപ്പോൾ ഞാൻ ചാടി കയറി പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ മുമ്പ് അതിൻ്റെ ആംബുലൻസാണെന്ന്. ആംബുലൻസിൽ അച്ഛനായിരുന്നു, ഡ്രൈവറല്ലാട്ടാ, അച്ഛനെ മരിച്ചിട്ട് കൊണ്ടുവരായിരുന്നു. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ മരണം എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചത്. അങ്ങനെ പിന്നെ സാറ് നേരത്തെ പറഞ്ഞ സിനിമ അണിഞ്ഞവൾ എന്നുള്ള കഥയിലെ ശാരിക്ക് ഒരു മോഡലുണ്ട്. അതെൻ്റെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഇത് യൂട്യൂബിലൊക്കെ കാണിക്കും, ഇത് ഉണ്ടാവുമോ? അപ്പോൾ ആ സ്ത്രീനെ പറ്റി ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ നാട്ടിലെ ആളുകളൊന്നും എൻ്റെ കഥ വായിക്കാത്തതുകൊണ്ട് ആ സ്ത്രീ ആണ് മോഡലെന്ന് മനസ്സിലായിട്ടില്ല അവർക്ക്. അപ്പം എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ആ സ്ത്രീക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞ്. ഞാൻ എൻ്റെ ഓർമ്മ ഉറച്ചു തുടങ്ങുന്ന സമയത്താണ് അവർ ആത്മഹത്യ ചെയ്യണത്. അതിൽ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ മൂച്ചിത്തോട്ടം എന്നാണ് പറയുക, പറങ്കിമാവിൻ്റെ അവിടെ പോയിട്ട് അവർ ആത്മഹത്യ ചെയ്ത്. അപ്പോൾ അവരെയാണ് ഞാൻ മോഡലാക്കിയത്. അത് ഞാൻ പറയാൻ എവിടെയും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരമായതുകൊണ്ടാണ് ഞാൻ അവിടെ പറയണത്. ഇപ്പം എൻ്റെ നാട്ടിലൊരാൾ ആ കഥ വായിച്ച്, ഈ അടുത്ത കാലത്ത് വായനക്കാരനായൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാൻ വായനക്കാരനാക്കിയതാണ്. നല്ലോണം കള്ളുടിച്ച് നടന്നിരുന്ന വ്യക്തിനെ ഞാനിപ്പോൾ ഒരു 2 പെഗിലേക്ക് ചുരുക്കിയിട്ടുണ്ട് വായന കൊണ്ട്. അപ്പോൾ അയാൾ ഈ കഥ വായിച്ചപ്പോൾ അയാൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇത് ഇന്ന ആളല്ലേ എന്ന്. ഞാൻ അയാൾ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി 3ാമതൊരാൾ ഇത് അറിയരുത്. കാരണം അവർക്കത് അവരുടെ കുടുംബത്തിന് അതൊരു വിഷമാവോ എന്നുള്ള രീതിയിൽ. പിന്നെ പ്രതിവിഷം എന്നുള്ള എൻ്റെ കഥാസമാഹാരം സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ അനിയത്തിക്കാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകൾ, എന്നെക്കാളും ഒരു വയസ്സിന് മൂത്തതായിരുന്നു അവൾ. മുത്തുട്ടി എന്നാണ് ഞങ്ങൾ വിളിക്കുക, സുദർശിനി എന്ന പേര്. അപ്പോൾ അവൾ അംഗനവാടി വിട്ട് വന്ന സമയത്ത് ഇവളിങ്ങനെ നടന്നു പോയതാണ്, അച്ഛനും അമ്മയും കാണാതെ.
അടുത്തൊരു ചെറിയൊരു കിണറുണ്ട്, ആൾമറയില്ലാത്ത കിണറിൽ ഇവള് വീണ് പോയി. അപ്പോൾ അതും എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയിൽ മുത്തുട്ടി മരിച്ചെന്ന് ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ മരണത്തിൻ്റെ വേദന എന്താ, ഇപ്പോഴാണ് അറിയണത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, അവൾ വെള്ളത്തിൽ വീണ സമയത്ത് അച്ഛനും അമ്മയും ആരെങ്കിലുമൊക്കെ എന്നെ രക്ഷിക്കാൻ വരും എന്നുള്ള ഒരു ധാരണയിലായിരിക്കില്ല കുട്ടി അവസാന നിമിഷം അല്ലേ. പക്ഷെ ഒരു അത്ഭുതം സംഭവിക്കാതെ അവളങ്ങോട്ട് മരിച്ചുപോയി. അങ്ങനെയാണ് പ്രതീക്ഷത്തിലെ ജാനി എന്നുള്ള കഥാപാത്രത്തിന് ഒരു മോഡൽ എൻ്റെ അനിയത്തിയാണ്. അപ്പം ഇങ്ങനെ ഈ കുറേ മരണങ്ങൾ ഞാൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ എന്നെ ബാധിച്ചിട്ടുണ്ട്. പണ്ട് നടന്ന മരണങ്ങളും ഇപ്പം നടന്ന മരണങ്ങളും. ഞാനൊരു ചെറിയ കാര്യം കൂടി പറയാം, സമയമുണ്ടോയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പുള്ളൊരു മഴക്കാലത്ത് എൻ്റെ നാട്ടിൽ കടൽപ്പണിക്ക് പോയ ഒരു 6 പേര് അപകടത്തിൽ പെട്ടുപോയി. അതിൽ ഒരാൾ, നീന്താൻ അറിയാത്ത ആൾ നേരത്തെ തന്നെ വെള്ളത്തിൽ ചാടി. പിന്നെ അയാളെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. മറ്റൊരാൾ എങ്ങനെയോ നീന്തി എത്തിയിട്ട് ഇങ്ങനെ ഒരു അപകടം നടന്നത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നാട്ടുകാർ മുഴുവൻ അങ്ങനെ ഒരു അപകടം അറിയുന്നത്. അങ്ങനെ കടപ്പുറത്ത് പോയി ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇവരിൽ ഒരു 3 പേര് ഇങ്ങനെ മറിഞ്ഞ തൂണിൻ്റെ പുറത്ത് കയറിയിട്ട് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കല്ലുമോ വന്ന് അടിക്കുന്നതുകൊണ്ട് കയറാൻ ഭയങ്കര പാടാണ്. അവന് ഒരുവിധം അവരെ രക്ഷിച്ച്. അതിൽ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും കൂടി മിസ്സായി, 2 ആൾ മിസ്സായി. ഒരാൾ നേരത്തെ മിസ്സായി, പിന്നെ ഒരാൾ അതെൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ഒരാഴ്ച കടപ്പുറം മൊത്തം തിരഞ്ഞു നടന്നിട്ടും കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് കൂട്ടായി എന്നുള്ള സ്ഥലത്തു നിന്ന് ഒരാൾ ഇതേപോലെ പോയിട്ടുണ്ട്. അപ്പോൾ അയാളെ തരുന്ന അവരെ ബന്ധുക്കൾ ഇവിടെ വന്ന് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് 3-ാമത്തെ ദിവസം ഒരു ബോഡി ഹാർബറിൽ പൊങ്ങി. അപ്പോൾ ഞങ്ങളെ നാട്ടിലെ വിചാരം അത് ഞങ്ങളെ നാട്ടിൽ നിന്ന് പോയ ആദ്യം നീന്താൻ അറിയാത്ത ആളെ ബോഡിയാന്ന് പറഞ്ഞിട്ട് അത് കൊടുന്ന് കബറടക്കി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കൂട്ടായി നിന്ന് മരിച്ച അയാളുടെ ഭാര്യ ഈ ടീഷർട്ട് തിരിച്ചറിഞ്ഞപ്പോൾ അത് നമ്മുടെ ആളല്ലേ എന്നുള്ളൊരു സംശയം അവർ പ്രകടിപ്പിച്ചു. പക്ഷെ ആൾറെഡി ഇവിടെ കബറടക്കിപ്പോയി. പിന്നെ ഞങ്ങളെ നാട്ടിൽ നിന്ന് ആദ്യം നേരത്തെ പോയി എന്ന് പറഞ്ഞ ആ കക്ഷി, അതായത് കബറടക്കിയെന്ന് വിചാരിച്ച ആ കക്ഷി കാസർഗോഡാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ ടീഷർട്ട് കണ്ടപ്പോൾ ഇവരുടെ മകളും തിരിച്ചറിഞ്ഞു, അതല്ലേ ബാപ്പ, നമ്മുടെ ശരിയായ ബാപ്പ. അങ്ങനെ അതൊരു വലിയ പ്രശ്നമായി, 2 ദേശക്കാർ തമ്മിലുള്ള പ്രശ്നമായി മാറി. അപ്പം ഇങ്ങനെ കുറേ വിചിത്രമായിട്ടുള്ള മരണങ്ങൾ കൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും, ഞാൻ മാത്രമല്ല കേട്ടാ, ഓരോരുത്തരും കടന്നു വരുന്നത്. അതുകൊണ്ടായിരിക്കാം മാഷെ അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ടാകുക. ഞാൻ ഒന്നും കൂടി ആലോചിക്കാം അതിനെപ്പറ്റി വീട്ടിൽ പോയിട്ട്. സുഭാഷിൻ്റെ ഈ കഥകളൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തന്നെ നമ്മൾ പുതിയ റാപ്പർ വേടൻ്റെ പാട്ട് കേട്ടിട്ടില്ലേ, കടലമ്മ കരഞ്ഞല്ലേ പെറ്റ എന്നൊക്കെ ഉള്ളതിനകത്ത് സാഹിത്യമില്ലെന്ന് പറയുന്നവർ, നമ്മൾ ഈ സുഭാഷിൻ്റെ കഥകളെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും. അതിൻ്റെ കൂടുതൽ ഒരു എഫക്റ്റിലേക്ക് നമുക്ക് വരും ആ പാട്ട് കേൾക്കുമ്പോൾ. ഈ കഥകളെല്ലാം വായിച്ചു കഴിയുമ്പോഴത്തേന് അദ്ദേഹം ഒരു സമാഹാരം കൂടെ വന്നിട്ടുണ്ട്, എനിക്ക് ആ സമാഹാരം കാണാൻ പറ്റിയിട്ടില്ല, പുതിയ കൃതിയാണ്, സരിഗ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ്. പക്ഷേ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കടൽ തീരത്തിരുന്ന് ഖാദർ ഭായി എന്ന് പറയുന്ന ഒരു മുതിർന്ന സുഹൃത്ത്, ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കഥകളാണ് അതിൽ എഴുതിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എവിടെ ഞാൻ വായിച്ചത്. അങ്ങനെ ഈ വായന പുതിയ കഥകളുടെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് കഥയായാലും നോവലായാലും തന്നെ നമ്മുടെ വായനയുടെ ഒരു പ്രതിരണനം പോലെ, അതിൻ്റെ ഒരു പ്രതികരണമോ ഒന്നുമല്ല, നമ്മുടെ ഡിങ് ഡോങ് എന്ന് കേൾക്കുന്ന പോലുള്ള ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു പ്രതിരണനം പോലെ അതിൽ നിന്ന് വരുന്ന പോലെയുള്ള കഥകൾ ഈ പുതിയ ആൾക്കാർ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബെന്യാമിൻ്റെ തന്നെ ഏറ്റവും അടുത്ത് വന്ന ഷെൽവിയുമായി ബന്ധപ്പെട്ട കഥ മൾബറി എന്നുള്ള നോവൽ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഉദാഹരണം പറയാം. എന്ന് പറഞ്ഞ പോലെ ധാരാളം കഥകൾ ആ രീതിയിൽ വരുന്നുണ്ട്. ജിൻഷയുടെ അഗ്രസന്ധനി എന്ന് പറയുന്ന ഒരു കഥ, അതൊരു ലൈബ്രറിയുമായി ബന്ധപ്പെട്ട കഥയാണ്. കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, കഥയൊക്കെ നിങ്ങൾ വായിക്കണം ഇതിന് ശേഷം. ആ അഗ്രസന്ധനിയുടെ അതിന് തുടക്കം മുതലേ ഇതേപോലെ വരുന്നയാൾ ശ്രദ്ധിക്കുന്ന, തൊട്ടടുത്ത ചായക്കടയിലെ ആൾ മരിക്കുന്നു, പിന്നെ അവിടുത്തെ ലൈബ്രറിയനായ പെൺകുട്ടി മരിക്കുന്നു, ഇങ്ങനെ മരണം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആ കഥയിൽ അവസാനം വന്നയാൾ ഒരുപാട് ഈ മരിച്ചവരുടെ തന്നെ കുറേ പറയുകയാണ്, ഓരോ മരണം ഇതേപോലെ മരിച്ചവരുടെ കുറേ ലിസ്റ്റ് പറയുകയാണ്. അപ്പോൾ പുള്ളി ലൈബ്രറി വരുന്നത് തന്നെ ഈ വായിച്ചിട്ട് മരിച്ചു പോയ കഥാപാത്രങ്ങളെ കണ്ടെത്താനാണ്. അങ്ങനെ നമ്മൾ ഖസാക്കിലെ രവിയൊക്കെ അതിനകത്ത് ഈ മരിച്ച കഥാപാത്രമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കഥയുടെ ആ ഒരു പ്ലോട്ട് തൻ്റെ മനസ്സിൽ രൂപപ്പെടാനായിട്ട് ഈ വായനയിൽ നിന്ന് കുറേ അധികം നമ്മുടെ വിദേശ നോവലുകളും നമ്മുടെ നോവലുകളെല്ലാം ചേർത്ത് അവസാനം ഉണ്ട്. ഏതായാലും അത് ആ കഥാപാത്രം ആയിരിക്കും വായിച്ചത്, അത് ജിൻസ് തന്നെ വായിച്ചായിരിക്കും. വായനയിൽ നിന്ന് അങ്ങനെ ഒരു സാധ്യത പുതിയ കഥകൾ സൃഷ്ടിക്കാനായിട്ട് ഈ മരണം വന്ന ഇതേപോലെയുള്ള കഥാപാത്രങ്ങളുള്ള
കഥകളിലേക്ക്, അതിനകത്ത് മാർക്കസിൻ്റെ ഒക്കെ കഥകൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കഥയുടെ ഒരു വരവിനെ കുറിച്ച് ഒന്ന് പറയുക. അഗ്രസന്തനി എന്നുള്ള കഥ ട്രൂ കോപ്പി തിങ്കിലാണ് പ്രസിദ്ധീകരിച്ച് വന്നത്. മാഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ ശ്രദ്ധിക്കപ്പെട്ട കഥകളൊക്കെ ഓൺലൈൻ മീഡിയയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അഗ്രസന്തനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചിത്രഗുപ്തൻ്റെ കയ്യിലുള്ള കണക്ക് പുസ്തകം, നമ്മുടെയൊക്കെ പേരുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള കണക്ക് പുസ്തകം എന്നാണ് ആ വാക്കിന് അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേര് അഗ്രസന്തനി എന്നാണ് ചില പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അത് സുഭാഷ് ഏട്ടൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ മരണം എന്നുള്ളത് എനിക്കും കുട്ടിക്കാലം തൊട്ട് ഭയങ്കര ഒബ്സെഷനാണ്. ഇപ്പം എൻ്റെ അച്ഛൻ അവർ ഇരട്ടകളാണ്. അപ്പോൾ അതിൽ ഒരാൾ കിണറ്റിൽ വീണിട്ടാണ് മരിച്ചത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ആണ്. പക്ഷെ അദ്ദേഹം മരിക്കണ സമയത്ത് വീട്ടിൽ അച്ഛൻ ഉണ്ടായിരുന്നു. രാത്രിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അച്ഛനിപ്പോൾ 60 വയസ്സൊക്കെ കഴിഞ്ഞു, 65 വയസ്സ് കഴിഞ്ഞു. ഇത് 30-32 വയസ്സിലെങ്ങാനും നടന്ന സംഭവമാണ്. പക്ഷെ ഇപ്പോഴും ഓരോ ദിവസവും അച്ഛനിങ്ങനെ അത് പറയും. അതായത് ഞാൻ ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ഞാൻ കേട്ടിരുന്നെങ്കിൽ അവൻ ഉണ്ടാവുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അവർ ഒന്നിച്ച് പിറന്നപ്പോൾ ഇരട്ടകളായിരുന്നവർക്ക് അത് ചിലപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമായിരിക്കും. ഒന്നിച്ച് പറഞ്ഞിട്ട് അതിലൊരാൾ മരിക്കുമ്പോൾ തൊട്ടിപ്പുറത്തൊന്നും അറിയാണ്ടിരുന്നല്ലോ എന്നുള്ളൊരു കുറ്റബോധം. ഞാൻ ഏറ്റവും കുട്ടിക്കാലം തൊട്ട് ഇത് കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു മരണം എന്നെ ഏറ്റവും ചെറുപ്പകാലം തൊട്ട് എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഒരു അച്ഛമ്മ ഉണ്ടായിരുന്നു. അച്ഛമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. പക്ഷെ അച്ഛമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ അത്രയൊന്നും മെച്ചുവേർഡ് അല്ല, അല്ലെങ്കിൽ മരണത്തിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. അപ്പം അച്ഛമ്മ മരിച്ചിട്ട് ഞാൻ കരഞ്ഞൊന്നുമില്ല. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഈ അച്ഛമ്മ മരിച്ചു എന്നുള്ള അറിയുന്നത്. പക്ഷെ ഞാൻ നോർമലി അങ്ങ് പോയി ബോഡി കണ്ടു, ചടങ്ങൊക്കെ ചെയ്തു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ അയ്യോ അച്ഛമ്മന് തിരിച്ചു വരില്ല. അപ്പോഴാണ് ശരിക്കും മരണത്തിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുന്നതും അച്ഛൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യത്തിൻ്റെ തീവ്രത മനസ്സിലാവുന്നതൊക്കെ. അന്ന് തൊട്ട് പിന്നെ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കും എങ്ങനെയാണ് ഓരോരുത്തർ മരിക്കുന്നതെന്നുള്ളത്. അതായത് പലതരം മരണങ്ങൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും. അത് നാട്ടിൽ മരിക്കുന്നതായാലും ഇപ്പോൾ ആത്മഹത്യ ആയാലും അല്ലാതെയുള്ള അപകട മരണങ്ങളായാലും മരണം എന്നുള്ളത് ഇങ്ങനെ എഴുതി വച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇടയ്ക്ക് കുറച്ച് ആത്മഹത്യ പ്രവണതയൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. ചിലപ്പോൾ അത് ഈ ഒരു ഇതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചിരുന്ന സമയത്ത് ഒരിക്കൽ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ മരിച്ചത് വളരെ വിചിത്രമായിട്ടുള്ളൊരു രീതിയിലാണ്. അതായത് എങ്ങനെയും മരിച്ചേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെയിൻ കട്ട് ചെയ്ത് വിഷം ആസിഡ് കുടിച്ച് കഴുത്തിൽ ചരട് മുറുക്കി അങ്ങനെ, അതായത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒന്ന് പരാജയപ്പെട്ട അടുത്തതിൽ വിജയിക്കണം എന്നുള്ള ഭയങ്കര നിർബന്ധ ബുദ്ധിയിൽ അവൾ നഴ്സിങ്ങിന് പഠിക്കുമ്പോഴാണ് മരിച്ചത്, ഒരു 7 വർഷം മുൻപ്. അപ്പോൾ ആ മരണം അതിൻ്റെ ഞെട്ടലിങ്ങനെ എന്നെ ഭയങ്കരമായിട്ട്, അപ്പോൾ അത് കണ്ടപ്പോൾ ആ രംഗം നേരിൽ കണ്ടപ്പോഴേ ഞാനിങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഒരു മരണം ഞാനൊരു പുസ്തകത്തിലും വായിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവൾ മരിച്ചിട്ടില്ല. കാരണം ഞാൻ അപ്പോഴാണ് ശരിക്കും അയ്യോ ഈ എഴുതി വെച്ചത് എന്നെ എത്രയ്ക്ക് എഫക്റ്റ് ചെയ്യണം. അതായത് ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോട്ടിൽ എഴുതിയില്ലെങ്കിൽ പോലും എൻ്റെ തലച്ചോറിൽ എവിടെയോ ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ മരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഫീഡ് ചെയ്ത് വെച്ചതുപോലെയല്ല ഇവൾ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവൾ മരിച്ചോ? അതായത് അത് വിശ്വസിക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസം വന്നു. അപ്പോൾ ആ ഒരു എനിക്ക് അന്നുണ്ടായിരുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവൾ മരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു മരണം ഞാനൊരു പുസ്തകത്തിലും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. ആ ഒരു ക്യാരക്ടറിനെയാണ് ശരിക്കും അഗ്രസന്തനി എന്ന് പറഞ്ഞ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വായന പല തരത്തിലുണ്ടല്ലോ, അതിൽ നമ്മൾ ഈ ഒരു പോയിന്റിനെ മാത്രം നമ്മൾ കുറച്ചധികം എടുത്തിട്ട് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അത് എത്രമാത്രം നമ്മളെ ബാധിക്കുമെന്നുള്ളത് നേരിട്ട് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അഗ്രസന്തനി എന്നൊരു കഥ എഴുതാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത് ഈ ഒരു സംഭവം തന്നെയാണ്. എനിക്കുണ്ടായിരുന്ന ആ ഒരു ശീലം തന്നെയായിരുന്നു. പുതിയ കഥയുടെ മറ്റൊരു പ്രത്യേകത, പഴയ കാലത്ത് ഈ രാജ്യചരിത്രവും ദേശചരിത്രവും നമ്മുടെ പുരാണ കഥകളും ഒക്കെ ധാരാളമായിട്ട് അതിൻ്റെ ഒരു
പുനഃസൃഷ്ടികളോ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളോ വന്നിരുന്നു. പക്ഷേ പുതിയ കാലത്ത് ഈ പുതിയ കഥകളിൽ പ്രാദേശികമായിട്ടുള്ള ചെറിയ ചെറിയ ചരിത്രങ്ങളെ കഥകളിലേക്ക് വളരെ ഭംഗിയായിട്ട്, വളരെ ഈ ഗംഭീരമായിട്ടുള്ള, വളരെ സംഘർഷം നിറഞ്ഞ കഥകളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ തോപ്പിൽ ഭാസിയെന്നും ശങ്കരനാരായണൻ തമ്പിയെന്നും പുൽപ്പള്ളി കേശവനെന്നും ഒക്കെ കേൾക്കാത്തവരുണ്ടാകത്തില്ല. പക്ഷേ ഇവർ ഏത് സമരമാണ്, ഇവരെന്താണ്, എവിടെയായിരുന്നു എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ മനോഹരമായിട്ട് വെറും ഒരു പ്രാദേശിക ചരിത്രം മാത്രമായ ശൂരനാട് വിപ്ലവം പശ്ചാത്തലമാക്കിക്കൊണ്ട് ആളെന്നൊരു കഥ, ആ ആളെന്നൊരു കഥ എഴുതണമെങ്കിൽ അല്പം ഒരു എഴുതാൻ എത്രയായാലും ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കഴിവുണ്ടാവണം. പക്ഷേ അതിനൊരു ചെറിയ രീതിയിലൊന്നും നമുക്ക് കേട്ടറിഞ്ഞൊന്നും എഴുതാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതൊരു നല്ല അധ്വാനമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ആൾ മനോഹരമായ കഥയാണ്. ആ ഒരു വിപ്ലവത്തിൻ്റെ അല്ലെ അന്നത്തെ ആ പ്രവർത്തകരുടെ അല്ലെ ആ ഒളിവിലെ ഓർമ്മകളൊക്കെ എഴുതാനുണ്ടായ സാഹചര്യം, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം, ആ ഒരു ഫീല് പൂർണ്ണമായിട്ട് കിട്ടുന്ന പോലെയാണ് ആളെന്നുള്ള കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ആളെന്നുള്ള കഥ വന്ന വഴി അഭിജിത്ത് പറയും. ഈ സുഭാഷ് ഏട്ടനും ജിൻഷിയും പറഞ്ഞ ആകെ വല്ലാതെ വിഷമത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മൂഡ് മാറ്റാം. കൊല്ലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. കൊല്ലം കടയ്ക്കലാണ്. അപ്പോൾ ഈ കൊല്ലം എന്ന് പറയുമ്പം, അതുപോലെ പ്രത്യേകിച്ച് കടയ്ക്കൽ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു പൊതുവേ പറയാറുണ്ട്, കൊല്ലംകാർ വേറെ വെച്ചുകളാണ്, കൊല്ലം ഫ്യൂറികളാണ് എന്നൊക്കെ പറയാറുണ്ട്. ഈ കടയ്ക്കൽ എന്ന് പറയുമ്പോൾ പിന്നീട് പറയുന്നത് തെക്കൻ കേരളത്തിൻ്റെ പിണറായി എന്നൊക്കെ ഒരു ചില വിളിപ്പേരുണ്ടായതുകൊണ്ട് വലിയ കഷ്ടമാണ് കൊല്ലംകാരനായിട്ട് ജീവിക്കുക, സുഹൃത്തുക്കളുടെ ഇടയിൽ പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുമല്ലോ, പപ്പട ലഹള, ലേസ് യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ മാത്രമല്ല, ശരിയാണ്, കൊല്ലത്ത് ചില ചെറിയ നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ ചെറിയ സോദരർ തമ്മിലൊരു പോരല്ല എന്ന് പറയുന്നത് പോലെ ചെറിയ തമാശകളും അടിയൊക്കെ ഉണ്ടാക്കും. അത് മനുഷ്യർ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ അവരുടെ ഈ കൊല്ലത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും കുന്നിറക്കങ്ങളുള്ളതാണ്. ചെറിയ ഇപ്പോൾ ഇതുപോലൊരു സ്ഥലമാണെങ്കിൽ കൂടി അവിടെ ഇങ്ങനെ ഏറ്ററക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാ മനുഷ്യരുടെ ജീവിതത്തിലും പൊതുവേ വലിയ തോതിലുണ്ട്. ചെറിയ സംഘർഷങ്ങളൊക്കെ നിറഞ്ഞതാണ്. ഒരു ദിവസം ആരെങ്കിലും രണ്ട് ചീത്ത വിളിച്ചില്ലെങ്കിൽ സമാധാനമായിട്ട് ചെന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത പോലെയുള്ള ചില സാധാരണ മനുഷ്യരുള്ള നാടാണ്. അപ്പോൾ ഇങ്ങനെ പാർട്ടിക്കാരെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ പറ്റിയാണെങ്കിലും ഈ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത മനുഷ്യരാണ് എന്നെല്ലാം ഒക്കെ ഉള്ള ഈ വിഷമം കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില സഖാക്കളെ പറ്റിയും ചില ഈ മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച് ഇങ്ങനെ ഒടുങ്ങിപ്പോകുന്ന ചില മനുഷ്യരെ പറ്റിയൊക്കെ ഉള്ള ഓർമ്മകൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അങ്ങനെയുള്ള കഥകൾ കൂടി പറയണം, ഇല്ലെങ്കിൽ നമ്മൾ കൊല്ലംകാരനാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊരു തോന്നലൊക്കെ വന്ന സമയത്താണ് ആൾ എന്നുള്ളൊരു കഥ മനസ്സിൽ വരുന്നത്. ഈ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ മുമ്പ് വായിക്കുമ്പോൾ ഭയങ്കര രസം തോന്നിയിരുന്നു. അതുപോലെ തന്നെ അടുത്തിടയ്ക്കാണ് ഈ ശങ്കരനാരായണൻ തമ്പിയുടെ പുതുപ്പള്ളി രാഘവൻ്റെ വിപ്ലവ സ്മരണകൾ വായിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു രസമുള്ളൊരു ഭാഗമുണ്ട്. അതായത് പുള്ളിക്കാരനൊരു മീറ്റിങ്ങിൽ സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ഈ ഒളിവ് ആയിട്ട് ചില വായനശാലകളുടെയും അതുപോലെ ചില വീടുകളിലൊക്കെ രഹസ്യമായിട്ട് അന്നത്തെ പഴയ സഖാക്കളെല്ലാം കൂട്ടിക്കൊണ്ട് മെഴുകുതിരിയൊക്കെ ചെറുതായിട്ട് കത്തിച്ചു വെച്ച് അങ്ങനെ ഇവർ കൂടിയിരുന്നുകൊണ്ട് വിപ്ലവം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള, വിപ്ലവം നടത്താൻ വേണ്ടിയുള്ള ചില യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ കൂടുന്ന സമയത്ത് പുതുപ്പള്ളി പറയുന്നൊരു രസമുള്ളൊരു കാര്യമുണ്ട്. ഈ ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്ത്. ഇത് വളരെ അനുകൂലമായ സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ആ പ്രദേശത്തൊന്നും ആരുമില്ല, വളരെ അനുകൂലമാണ്, അല്ലെങ്കിൽ രാത്രിയാണ് എന്ന് വെച്ചോ, അപ്പോൾ എല്ലാം കൊണ്ടും യോഗ്യമായൊരു സമയം, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പുതുപ്പള്ളി മറ്റ് സഖാക്കളോട് ചോദിക്കും. അപ്പോൾ സഖാക്കൾ എല്ലാവരുടെയും മനസ്സിലൊരു അപ്പോഴത്തെ ഒരു ഇതൊക്കെ ഞെരിവിരിക്കൊക്കെ മാറി ഒരു ചിരിയൊക്കെ വരും. അപ്പം ഓരോരുത്തരായിട്ട് പതിയെ ഉത്തരം പറയാൻ തുടങ്ങും. അപ്പം പുതുപ്പള്ളി പറയും, മൂടന്മാരെ, അങ്ങനെയല്ല, സോഷ്യലിസ്റ്റ് റവല്യൂഷന് വേണ്ടി അവരെ എങ്ങനെ പരിവർത്തനം ചെയ്യണം എന്ന് ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഇത് ഭയങ്കര തമാശയായിട്ട് തോന്നി. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ കിടന്നിട്ടാണ് പിന്നീട് ഈ തോപ്പിൽ ഭാസിയുടെയൊക്കെ ജീവിതം വായിക്കുമ്പോൾ അവരൊക്കെ നമ്മളെ ഒരു കൊല്ലം നമ്മുടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടി നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സംഭാവന നടത്തിയ വലിയ ചരിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ സംഭാവനകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർമ്മിക്കുക, ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക, അത്തരത്തിൽ നമ്മൾ ഓർമ്മകൾക്ക് അല്ലെങ്കിൽ മറവിക്കെതിരെ ഓർമ്മകളുടെ തിരിച്ചു കൊണ്ടുവരലാണ് സമരം എന്ന് പറയുന്നത് പോലെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് എഴുതിയൊരു കഥയാണ് ആൾ. സുഭാഷിൻ്റെ കഥകളുടെ മറ്റൊരു പ്രത്യേകത,
ഈ സുഭാഷ് ഈ ഓൺലൈനിൽ വളരെ സജീവമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പലപ്പോഴും സുഭാഷ് എഴുതുന്നൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ സുഭാഷ് ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ഒരു കഥ ഒരിക്കലും വേറൊരു കഥ പോലെ ആവാൻ പാടില്ലെന്ന് എനിക്ക് വളരെ വാശിയുണ്ട്. അപ്പം അതിനെ ഈ അനുഭവങ്ങളുടെ തീവ്രത പകർത്താൻ ഇത് ശ്രമിക്കും. പഴയ കാലത്തെ പോലെ ഭാവനയിൽ മാത്രമല്ല പുതിയ കഥകൾ വരുന്നത്. അനുഭവങ്ങളുണ്ട്, അതിനോട് ഭാവനയോട് ചേർത്ത് വളരെ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവം തന്നെയാണ് അദ്ദേഹം ആദ്യത്തെ കഥയായിട്ട് എഴുതുന്നത്. പല കഥകളും എഴുതി പലർക്കും വായിച്ചെങ്കിലും ഒന്നും വന്നില്ല. അങ്ങനെ കഥ എഴുത്തൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം തോന്നി, എൻ്റെ അനുഭവങ്ങൾ എഴുതിയാലും ഒരു കഥ വരുമല്ലോ, അപ്പോൾ എഴുത്തുകാരനാകണമെന്നൊരു മോഹം വളരെ ചെറുപ്പത്തിലെ സുഭാഷിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഓല എന്നൊരു കഥ എഴുതി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ ഓലയാണ്. 2018 പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന കഥയും അതേപോലെ തന്നെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. പ്രത്യേകിച്ച് എൻ്റെയും സുദീപ് കഥാകൃത്ത് സുദീപ് ടി ജോർജ് ഇവിടെയുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കഥയാണ്. നമ്മൾ ഈ അവിടെ ഒരു ക്രിസ്ത്യൻ ഭവനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് അവരെ വെളുപ്പിനെ പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാം ഇറച്ചിയൊക്കെ എല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ വലിയ കെട്ടുറപ്പൊന്നും അന്നത്തെ വീടുകൾക്കില്ല. പോയി കഴിയുമ്പോൾ പയ്യെ പുറകെ കൂടെ പോയിട്ട് ഈ ഇറച്ചിയൊക്കെ ഒരു പങ്ക് അതിലെടുത്ത് പോയി ഭക്ഷിക്കുന്നൊരു ചരിത്രമൊക്കെ ഉണ്ട്, നാട്ടിൻ പ്രദേശങ്ങളിലും ഉണ്ട്. അങ്ങനെയുള്ള ചില ഓർമ്മകളിലൂടെയാണ് ഗ്രാമം മിഴിപൂട്ടുമ്പോൾ എന്നുള്ള ഒരു കഥ പോകുന്നത്. അത് ഈ ഇന്നത്തെ നമ്മളുടെ നാട്ടിലുള്ള ധാർമ്മിക പോലീസുകാരുടെ ഇടപെടലും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളത്. അപ്പോൾ സങ്കടകരമായ കഥ മാത്രമല്ല, വളരെ രസകരമായ കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ ആ ഒരു തീവ്രത പോലെ മുതൽ മിഴിപൂട്ടുമ്പോൾ വരെ വളരെ വേഗത്തിൽ നിന്ന് സൂചിപ്പിച്ചു പോകാം നമുക്ക് പ്രധാനപ്പെട്ട ആ സംഭവങ്ങൾ. അത്ര വലിയ ജീവിതാനുഭവങ്ങളുള്ള ഒരാളായിട്ട് എനിക്ക് സ്വയം തോന്നിയിട്ടില്ല. എൻ്റെ നാട്ടിൽ മറ്റുള്ള എല്ലാവർക്കുമുള്ള അതേപോലെ തന്നെ വളരെ കുറഞ്ഞ ജീവിതാനുഭവങ്ങളും മറ്റ് കഷ്ടപ്പാടുകളും സുഖങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാനും. കാരണം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കുട്ടികൾ പട്ടിണി കിടക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണം ഈ സ്വന്തം മാനത്തിന് വേണ്ടി പെൺകുട്ടികൾ നെട്ടോട്ട് ഓടുന്നുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ ഗംഭീരമാണെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ പല കഥകളിലും കുറച്ച് ജീവിതാനുഭവവും പിന്നെ കൂടുതൽ ഭാവനയുമാണ് ചേർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഓല എന്നുള്ള കഥ മുതൽ അവസാനം വന്ന ഗ്രാമം മിഴിപൂട്ടുമ്പോൾ എന്നുള്ള കഥ വരെ എൻ്റെ ഗ്രാമം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. എൻ്റെ ഗ്രാമം ഞാൻ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ആളാണ്. അപ്പോൾ എൻ്റെ അനുഭവ മണ്ഡലം വളരെ പരിമിതപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം കഥകൾ എഴുതാൻ എനിക്ക് പറ്റിയത്. അപ്പോൾ എല്ലാ ആളുകൾക്കും ചില തെറ്റിദ്ധാരണകൾ എടുത്തുകൊണ്ട് ഗ്രാമങ്ങളെക്കുറിച്ച്. എൻ്റെ ഗ്രാമം എൻ്റെ പൂർവികന്മാരുണ്ടാക്കിയ ഗ്രാമമാണ്. അപ്പോൾ അതിലെനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ആ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ വളരെ മാറിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുറത്തുനിന്ന് പറയുന്ന പോലെ എല്ലാ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, നന്മ നിറഞ്ഞ നാട്ടിൻപുറം അങ്ങനെ ഒന്നുമല്ല സംഭവം. ഈ നാട്ടിൻപുറത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പലതും പുറത്തറിയില്ല എന്ന് മാത്രം. അവിടെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട ഗ്രാമം പ്രകൃതി കൊണ്ട് ഭയങ്കര സുന്ദരമാണെങ്കിലും ആളുകൾ വളരെ മോശപ്പെട്ട കുറേ ആളുകളുണ്ടായിരുന്നു. അവർ ചെയ്തിരുന്ന അക്രമങ്ങൾ ഒന്നും നമുക്ക് വിവരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു അത്ര നന്മ നിറഞ്ഞതല്ലാത്തൊരു നാട്ടിൻപുറത്തെ രാത്രിയാണ് അവസാനത്തെ ഗ്രാമം മിഴിപൂട്ടുമ്പോൾ എന്നുള്ള കഥയിലൂടെ വിവരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, എനിക്ക് അത്ര വലിയ ജീവിതാനുഭവങ്ങളില്ല. ഞാൻ കൂടുതൽ ഭാവനയെ ആശ്രയിക്കുന്ന ആളാണ്. നമ്മളുടെ ഈ സെഷൻ അതിൻ്റെ ഒരു അവസാനത്തോടെടുക്കുകയാണ്. അപ്പം ഇനി ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ജിൻഷയുടെ വളരെ നല്ല കഥ ഉമ്പാച്ചി എന്നുള്ള കഥയെക്കുറിച്ചൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഭിജിത്ത് ആദ്യം എഴുതിയ കഥ വേറൊരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി, ആ കഥയൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആദ്യം എഴുതിയ കഥ കോളേജ് മാഗസീന് വേണ്ടിയാണ് എഴുതിയത്. പക്ഷേ കോളേജ് മാഗസീനിൽ കൊടുത്ത കഥ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി, തട്ടിയെടുത്ത് അവൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രണയം കിട്ടുകയും ആ പ്രണയം സാഫല്യം അടയുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ക്ഷമിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ. ഇനിയും ഞാനിതങ്ങ് പറയാൻ കാരണം നമ്മളുടെ സമയം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഇനി നമ്മളുടെ സദസ്യരുടെ ഇടയിൽ നിന്നുള്ള ഇവരോട് ഉള്ള ചോദ്യങ്ങളാണ്, അതിനുള്ള സമയമാണ്. ഒട്ടേറെ നമ്മുടെ കഥാകൃത്തുക്കൾ ഇവിടെയുണ്ട് കേട്ടോ. എല്ലാവരും ഞങ്ങൾ ബഹുമാനപൂർവ്വം ഓർക്കുന്നു. ജോസഫ് ചേട്ടനുണ്ട്, സുസ്മി ചന്ദ്രത്തുണ്ട്, സുദീപുണ്ട്, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരുണ്ട്. അങ്ങനെ പല പ്രധാന കഥാകൃത്തുക്കൾ നമ്മുടെ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. എൻ്റെ പേര് ജോസ് പ്രസാദ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ
ഈ മരണവും ആത്മഹത്യയൊക്കെ ചർച്ചയ്ക്ക് വരികയുണ്ടായി. ആ സമയത്ത് ഓർമ്മയിൽ വന്നത് യുവാവായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയ ഒരു കഥാകൃത്തിൻ്റെ കാര്യമാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏകദേശം 80 വയസ്സുണ്ടായിരിക്കുകയും എന്നാൽ യൗവനത്തിൽ തന്നെ മരിച്ചു പോയ വിക്ടർ ലീനസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കൊച്ചിയിൽ ജനിച്ച് കൊച്ചിയിൽ ജീവിച്ച് പല നാടുകളൊക്കെ ചുറ്റിയിട്ട് ഒടുവിൽ കൊച്ചിയിൽ തന്നെ എത്തി. ഇവിടുത്തെ മനോരമ ഓഫീസിൻ്റെ പരിസരത്താണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടക്കുന്നതായിട്ട് നമ്മൾ കാണപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ ഒരുപാട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സാഹിത്യകാരന്മാരുടെ ഒക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും വിക്ടറിൻ്റെ ഒരു ചിത്രം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഈ പരിപാടിയിൽ എന്തെങ്കിലും സെഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മകളൊക്കെ ഇവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്നാണ്, ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥ സംഘാടകരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, പക്ഷേ അതിനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് കഥാകൃത്തുക്കളോട് ചോദിക്കുകയാണ്. വിക്ടറിൻ്റെ ജീവിതവും ഒരു കഥ പോലെ തന്നെയായിരുന്നു. കേവലം 12 കഥകൾ കൊണ്ട് മലയാളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന കഥാകൃത്തുക്കളുടെ തലത്തിലേക്ക് ഉയർന്ന ആളാണ് വിക്ടർ. അപ്പോൾ വിക്ടറിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കഥകളും നിങ്ങളെ ഏത് തരത്തിലാണ് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. 3 പേരോടുമാണ് ചോദ്യം. ഇത് ഇവരുടെ ഒരു തലമുറയിൽപ്പെട്ട കഥാകൃത്തുക്കളല്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മറുപടി പറയാം. കാരണം എൻ്റെ ഒരു വായനയിൽ വിക്ടർ ലീനസ് മാത്രമല്ല, അതുപോലെ തന്നെ UP ജയരാജും അനൂപും ഒക്കെ അകാലത്തിൽ മരണപ്പെട്ടു പോയ ഏതാണ്ട് സമാനമായി കഥകൾ എഴുതുന്ന ഈ 10 കഥകളോ 12 കഥകളോ മറ്റാണുള്ളത്. ആ സമാഹാരം അത് വളരെ ഒരു എന്താണ് സ്വന്തം ഒരു എൻ്റെ ശേഖരത്തിൽ ഇവരുടെ എല്ലാം കഥകൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വിട്ടുപോവുകയും ആ വിട്ടുപോയതുപോലും ഒരു കഥ പോലെ തന്നെ നമുക്ക് ആലോചിക്കാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ ആദരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കഥകൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഈ വിക്ടർ ലീനസിൻ്റെ അതിനുശേഷമാണ് UP ജയരാജിൻ്റെ കഥകൾ വായിക്കുന്നത്. അപ്പോൾ അവരൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഇവിടെ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സംഘാടകർ നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ അതേപോലെയുള്ള ഈ കഥാകൃത്തുക്കൾക്ക് ഒന്ന് അനുസ്മരിക്കുക, അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അത് സത്യത്തിൽ ഇവിടെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് വരും വർഷങ്ങളിലെ ഹോർത്തൂസിൽ അതേപോലെയുള്ള അങ്ങനെയുള്ള ഈ നമ്മളിൽ നിന്ന് ഈ അകാലത്തിൽ മരണപ്പെട്ടു പോയ കഥാകൃത്തുക്കളെയും മറ്റ് സാഹിത്യ പ്രതിഭകളെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. അത് അതിൻ്റെ സംഘാടകരൊക്കെ ഉണ്ട് ഇവിടെ, അതിൻ്റെ ഒഫീഷ്യൽസൊക്കെ ഉണ്ട്, അജീഷൊക്കെ ഇവിടെ ഉണ്ട്. അവരത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ. ഹായ്, ഞാൻ ദക്ഷിണ. എനിക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് 3 പേരെടുത്തുമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 3 പേരെയും മരണം എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ തലമുറ, അതായത് ഇന്നത്തെ കുട്ടികളെ ഒട്ടും വായിക്കുന്നില്ല എന്നാണ് പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ പോലെയുള്ള കുറച്ച് പേര് നന്നായിട്ട് വായിക്കുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാം ഈ ഒരു മരണം എഴുതുന്നതിലൂടെയും പിന്നെ പലരും അതായത് ഇപ്പോൾ ചെങ്കോട്ട സ്ഫോടനം അതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ദിവസവും മരിക്കുന്നതായിട്ട് നമ്മൾ ദിവസവും പത്രത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മരണം ഇന്നത്തെ കുട്ടികളെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നൊന്ന് പറയാമോ? ക്വസ്റ്റ്യൻ 3 പേരെടുത്തുമാണ്. ദക്ഷിണ നന്നായിട്ട് വായിക്കുന്ന കുട്ടിയൊന്നുമല്ല, അങ്ങനെയൊന്നല്ല പറയേണ്ടത്. ദക്ഷിണ അസാധ്യ വായനക്കാരിയാണ്. ഇപ്പോൾ കണ്ടതിൽ സന്തോഷം. ഇവിടെ ദക്ഷിണ ചോദിച്ച ചോദ്യത്തിലൊരു ഉത്തരം, ഇപ്പോൾ അഗ്രസന്ധനി എന്ന് പറഞ്ഞ കഥ പറഞ്ഞുകൊണ്ടായിരിക്കും എന്നോടും ആ ചോദ്യം വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. അഗ്രസന്ധനിയിലെ കഥാപാത്രം ശരിക്ക് മരണമല്ല, ഞാനത് ഒരു വായന എങ്ങനെ, അതായത് ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളെ ഏത് തരത്തിലാണ് വായന സ്വാധീനിച്ചത്. അതായത് അയാൾ ആ കാലം വരെ ഒരു മരണവും അയാൾ ഏശിയിട്ടില്ല, അയാൾ മരണം കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഏത് വിധത്തിലാണ് പുസ്തകങ്ങളിലെ മരണം സ്ട്രൈക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും ആ ഒരു കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ കുട്ടികൾ, ഇപ്പോൾ ഞാനൊരു അധ്യാപിക കൂടിയാണ്, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുതിയ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് ഉണ്ടായിരുന്ന അത്രയും സീരിയസ്നെസ് ആയിട്ട് അവർ മരണത്തിനെ സമീപിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോൾ അതിലേറ്റവും എനിക്ക് കുറച്ചെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു കാര്യം, ആത്മഹത്യാ പ്രവണത പൊതുവെ കുറച്ച് കുറവാണ് പുതിയ കുട്ടികൾക്കിടയിൽ. അല്ലെങ്കിൽ അത്
ആത്മഹത്യ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തിനെ എന്ന് ചോദിക്കാൻ മാത്രമുള്ളൊരു പക്വത പുതിയ കുട്ടികൾക്ക് കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ച് അത് നമ്മുടെ കാലത്തിൻ്റെ പ്രത്യേകതയായിരിക്കും തോന്നുന്നുണ്ട്. ഇൻസ്റ്റയിലും നമ്മൾ ഈ 30 സെക്കൻഡ് റീലൊക്കെ കാണുന്ന സമയത്ത് തന്നെ മനുഷ്യരുമായിട്ട് എത്രമാത്രം വൈകാരികമായിട്ടുള്ള അടുപ്പം പാരൻസുമായിട്ടും ഗ്രാൻഡ് പാരൻസുമായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്കത് എപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അവർക്കത് ഓക്കെ മരിച്ചു, നമുക്ക് പിന്നെയും ഫോട്ടോസ് ഉണ്ടല്ലോ കാണാൻ, അല്ലെങ്കിൽ കുറേ വീഡിയോസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു രീതിയിലൊക്കെ കുട്ടികൾ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ പുസ്തകത്തിൽ എഴുതുമ്പോൾ ചിലപ്പോൾ അത് വായിക്കണ കുട്ടികൾക്ക് കുറച്ചും കൂടി അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഉത്തരമാണ്. ദക്ഷിണ, കുട്ടികളെ മരണം എങ്ങനെ സ്വാധീനിക്കണമെന്നുള്ളത് നിങ്ങൾ കുട്ടികളാണ് പറയേണ്ടത്. അപ്പോൾ ഞാനും ഒരു കുട്ടി ആയതുകൊണ്ട് എൻ്റെ രീതിയിൽ ഞാനതിന് മറുപടി പറയാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ കാര്യം പറയാം. ഇപ്പോൾ എൻ്റെ 2 മക്കൾ സംഘമിത്രയ്ക്കും കന്യയ്ക്കും ഏകദേശം അത്യാവശ്യം ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാനും എൻ്റെ ഭാര്യ മരിക്കാൻ പാടില്ല. ബാക്കിയുള്ളവർ മരിച്ചാൽ അവർക്ക് മരിച്ചെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അവർക്ക് അത്ര വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാനോ ഭാര്യ മരിക്കുന്നതിനെ പറ്റിയിട്ട് അവർക്ക് ചിന്തിക്കാനേ പറ്റണില്ല. അപ്പോൾ അവർക്ക് എന്താണ് മരണത്തിനെ പറ്റി അവർ ധരിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. മരണത്തിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് നമുക്ക് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് പറയാൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പിന്നെ സിനിമകളൊക്കെ കുട്ടികളെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. മരണമായാലും കൊലപാതകമായാലും വെറൈറ്റി കൊലപാതകങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ കുട്ടികളെ എൻ്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള കുട്ടികളെ പോലെ അത്ര ലാഘവത്തോടു കൂടിയൊന്നും എല്ലാം തോന്നുന്നുണ്ട് കുട്ടികൾ ഈ മരണത്തിനെ എടുക്കുന്നത്. പിന്നെ ഞാൻ കുട്ടികൾക്ക് വേണ്ടി കുറേ നോവലുകളും കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന മരണവും കൊലപാതകം ഞാൻ കുട്ടികൾക്ക് വേണ്ടി നോവൽ കൊണ്ടുവരാനേ ശ്രമിക്കുന്നില്ല. മരണം ആവശ്യമാണെങ്കിൽ മാത്രം മരിച്ചു എന്നാണ് പറഞ്ഞു പോകും. കാരണം കുട്ടികളോട് അതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. കുട്ടികളോട് വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കൊലപാതകമൊക്കെ നമ്മുടെ സിനിമാക്കാരൊക്കെ ഇഷ്ടംപോലെ പറയണില്ലേ. നമുക്ക് എല്ലാത്തിൻ്റെ എത്രയോ നല്ല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കുട്ടികളോട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. ഞാനും ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം. മാഷിനോട് പറഞ്ഞ പോലെ മരണത്തിനെ പറ്റിയിട്ട്. ഞാൻ മരണത്തിനെ പറ്റിയല്ല, ഇങ്ങനെ ഈ വേദിയിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ബാലരമയിലെ കൂട്ടുകാരൊക്കെ ഉള്ള ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി കുട്ടികൾ നിന്ന് കളിക്കുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ കുട്ടികൾ ഓടി നടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ ഗാസയുടെ പേരുകൾ എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ചു. അപ്പോൾ ഈ ഗാസയിലും ഫലസ്തീനിലുമായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികളെ ഇങ്ങനെ കൊല്ലുന്നതിനെ പറ്റി, ഇപ്പോൾ ആശുപത്രിയിലടക്കം ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ഓക്സിജൻ പോലും കൊടുക്കാൻ പറ്റാത്ത പോലെ അവരെ കൊല്ലുന്നു. ഭക്ഷണം വാങ്ങാൻ വന്ന് നിൽക്കുന്ന കുട്ടികളെ കൊല്ലുന്നു. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ആരാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴേ, ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴേ അതൊക്കെയാണ് നമ്മളെ ഏറ്റവും വലിയ വിഷമിപ്പിക്കുക. മരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടൊരു സാധനമാണ്. പക്ഷെ കൊല്ലുക എന്നുള്ളത്, അതും കുട്ടികളെ കൊല്ലുക എന്ന് പറയുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കുന്നു എന്നുള്ളത്. അത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം കൂടിയാണ്. ഹായ്, ഞാൻ മറിയം. ഒരു വായനക്കാരി എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ കേരളീയ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് കഥകൾ എഴുതുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? 3 പേരോടാണ്. എന്നോട് മറുപടി പറയണമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ എഴുതുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ഒരുപാട് നാൾ ഈ എഴുതിയതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ബൃഹത്തൊക്കെ പുസ്തകം ഇപ്പോൾ പറയാറുണ്ട്, ഏറ്റവും നല്ല പുസ്തകങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നാസി നിരോധിച്ച പുസ്തകങ്ങൾ പരിശോധിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ആ സമയത്ത് ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരുന്ന ബൃഹത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ പുസ്തകം എന്തുകൊണ്ട് നിരോധിച്ചില്ല, ഞാൻ സത്യമൊന്നും പറഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ്. അപ്പം നമുക്ക് സത്യം പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭരണകൂടത്തെ പേടിക്കാതെ സംസാരിക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു ധൈര്യത്തോടു കൂടി തന്നെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾ നമുക്ക് എഴുതുന്നതിന് തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ദൈവങ്ങളെ പറ്റി സംസാരിക്കാൻ പറ്റില്ല, ദൈവഭാവനയെ പറ്റി സംസാരിക്കാൻ പറ്റില്ല, സിനിമയ്ക്ക് പേരിടാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിയേറ്റീവായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പേടി
വേണമെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവാം. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ വന്ന് അടിക്കുകയോ തല്ലുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളത് വാങ്ങിക്കൊള്ളാം. പക്ഷേ നമ്മളെ വീട്ടുകാരെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത് അല്ലേ, എത്ര ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പോൾ മീശേൻ്റെ, അതുപോലെ തന്നെ അമൽപ്പിരപ്പം, അങ്ങനെ ഒത്തിരി ആളുകൾക്കെതിരെ ഇതുപോലെ സൈബർ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എഴുത്തുകാർക്ക് പേടിയുണ്ടാവും. പക്ഷേ അത് നമ്മൾ ഈ എഴുതാൻ തിരഞ്ഞെടുക്കുമ്പോൾ എഴുത്തോ കഴുത്തോ എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, പഴയ ചോദ്യം. ആ ചോദ്യം തന്നെയാണ് എപ്പോഴും ഉള്ളത്. അപ്പം നമ്മൾ ധൈര്യത്തോടു കൂടി എഴുതുക, ഇല്ലെങ്കിൽ പിന്നെ അത് ആ പണി ചെയ്യാതിരിക്കുക ഉള്ളതാണ്. എല്ലാ അഭിപ്രായങ്ങൾക്കും അതുപോലെ നിങ്ങൾ ആളുകളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് വളരെ നന്ദി. എങ്കിലെപ്പോഴും നമ്മൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾക്ക് പുറമെ അത് ഏത് തരം ഭാഷയിൽ ആളുകളെടുത്ത് പ്രസൻറ്റ് ചെയ്യണം, ലളിതമായ രീതിയിൽ എത്തിക്കണോ അതോ ആ വരുന്ന ആശയങ്ങൾ ആ വരുന്ന ഒഴുക്കിന് അങ്ങ് എഴുതി വിടണോ എന്ന് ചിന്തിക്കാറുണ്ടോ? പുതിയ തലമുറയ്ക്ക് വേണ്ടി അവർക്കൂടെ മനസ്സിലാവുന്ന ഭാഷ, ചുരുക്കി പറഞ്ഞാൽ ഭാഷയുടെ ലാളിത്യം ഒരു ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് തോന്നാറുണ്ടോ? ഞാനൊരു വായനക്കാരൻ എന്ന നിലയിൽ ആണ് ഞാൻ ആദ്യം മറുപടി പറയുന്നത്. എനിക്കൊരു പുസ്തകം വായിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഭാഷ നന്നായിരിക്കണം നിർബന്ധമുള്ള ആളാണ്. ഭാഷ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ ഭാഷ ഒരു സുഖമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കത് വായിച്ച് മുന്നോട്ട് പോകാനേ പറ്റൂല. അപ്പം അതുകൊണ്ട് തന്നെ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ എഴുത്ത് എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഏൽക്കാറില്ല. ഭാഷ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഭാഷ സുന്ദരമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഉദാഹരണങ്ങളൊന്നും ഇവിടെ നിരത്തുന്നില്ല എഴുത്തുകാരുടെ. പിന്നെ അതേപോലെ തന്നെ എഴുതുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം ഈ പറഞ്ഞ പോലെ ലളിതമായിട്ട് തന്നെയാണ് ഞാൻ കഥകൾ എഴുതാറുള്ളത്. അത് ഞാൻ എൻ്റെ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അതേപോലെ തന്നെ എൻ്റെ കഥകൾ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണമെന്ന ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ ലളിതമായിട്ടാണ് കഥകൾ എഴുതൽ. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനെ വളരെ ജനപ്രിയമെന്ന് ആഘോഷിക്കുന്ന ചില പുസ്തകങ്ങളില്ല, ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല, ആ രീതിയിലുള്ള എഴുത്തും എനിക്ക് നടക്കില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടൊരു എഴുത്താണെന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. അല്ലാതെ ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള ആളൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഗഹനമായ സാധനങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഞാൻ തൊപ്പിട്ട് പോകും. നമസ്കാരം, എൻ്റെ പേര് സുദീപ് എന്നാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, എല്ലാ കാലത്തും പുതിയ കഥ ഉണ്ടാവുന്നുണ്ട്, അത് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അതിന് വലിയ പ്രസക്തിയുമുണ്ട്. ഇപ്പോൾ മഖൻ സിംഗിൻ്റെ മരണം എന്ന കഥ അന്നത്തെ കാലത്ത് ഏറ്റവും പുതിയ കഥയാണ്. UP ജയരാജൻ്റെ മഞ്ഞ്, മേതിൽ രാധാകൃഷ്ണൻ്റെ തൂങ്ങിക്കിടക്കുന്ന റിസീവർ, സുഭാഷ് ചന്ദ്രൻ്റെ പറുദീസ നഷ്ടം, MDയുടെ ഷെർലക്ക്, TV കൊച്ചുബാവയുടെ കാള, ഇറച്ചിയേറെ, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെയുള്ള കഥകളൊക്കെ അതത് കാലത്ത് പുതിയ കഥകളാണ്. എന്നാൽ ചില കഥകൾ ഏത് കാലത്തും പുതിയ കഥകളാണ്. ഇന്നത്തെ കാലത്തും മഖൻ സിംഗിൻ്റെ മരണം പുതിയ കഥയാണ്, ഇറച്ചിയേറ് പുതിയ കഥയാണ്. നമ്മൾ സംസാരിക്കുന്ന ഈ കാലത്തെ പുതിയ കഥ, അതായത് കവി ഇനി വരാൻ പോകുന്ന ഒരു കാലം തിരിഞ്ഞു നോക്കുമ്പോൾ 2025 കാലത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാലത്തെ പുതിയ കഥ എന്താണ് അതിൻ്റെ ലക്ഷണം, എന്താണ് അതിൻ്റെ അടയാളം? സമയം വളരെ കുറഞ്ഞുകൊണ്ട് ഇതിന് മറുപടി ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവരുടെ ഒരു അധ്യാപകൻ്റെ സ്ഥാനത്തോടെ നിന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ രണ്ട് ഉത്തരങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ കാലത്തെ കഥകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു രാഷ്ട്രീയം എല്ലാത്തിനകത്തും ഒരു വളരെ ലീനമായിട്ട് കിടക്കുന്ന ഒരു ശക്തമായ രാഷ്ട്രീയം. ഇവരുടെ 3 പേരുടെയും കഥകളുണ്ട്. പുതുകഥകളുടെ വലിയ സ്വഭാവം അത് തന്നെയാണ്. കാരണം നമ്മൾ ഇതിൽ സുഭാഷിൻ്റെ ഒരു കഥയിൽ പറയുന്ന പോലെ ഒരു പ്രാണിക്കൊരു ജീവനാശം സംഭവിച്ചാൽ പോലും നമ്മൾ ഈ പ്രകൃതിക്ക് നാശം സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഒരു ജീവജാലങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മുഴുവൻ ഒരു ചെറിയ നാശം പോലും വരാത്ത രീതിയിൽ മനുഷ്യനെ ഒരു മാനവികതയുടെ വലിപ്പത്തിൻ്റെ അല്ലെങ്കിൽ മാനവികതയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം. പക്ഷേ അതൊരു ആഹ്വാനമോ ഒരു വിപ്ലവത്തിനുള്ള ആഹ്വാനമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമൊന്നുമല്ല. അത് ഉണർത്താൻ പറ്റുന്ന രീതിയിൽ സാഹിത്യകാരന് അത്രേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു എഴുത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു എഴുത്ത്.
ഇനിയും ഉള്ള സംഭവം അങ്ങനെയാണ്. ഞാനിപ്പം ഈ സുദീപ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, സുദീപ് ജോർജിൻ്റെ ഒരു ആര്യാനാം വയ്യ എന്നുള്ളൊരു കഥ ഞാൻ ഈ അടുത്ത നാളിൽ ഒരു 3 വർഷത്തിനിടയിൽ വായിച്ച ഏറ്റവും ശക്തമായ രാഷ്ട്രീയമുള്ള ഒരു കഥയാണ് ഈ ആര്യാനാം വയ്യ എന്നുള്ളത്. ആര്യന്മാരുടെ നാടെന്നാണ് ആ കഥയുടെ അർത്ഥം. സുദീപ് ഇന്ത്യ ഒട്ടുക്ക് ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ സ്വഭാവമൊക്കെ അതിനകത്ത് ചിത്രീകരിക്കാൻ സാധിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ആ കഥ അദ്ദേഹത്തിന് എഴുതാനും സാധിച്ചു. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രൻ്റെ ആമോദി എന്നുള്ള ഒരു കഥ, അത് വളരെ ശക്തമായ രാഷ്ട്രീയമുള്ള, വളരെ സൂക്ഷ്മ രാഷ്ട്രീയമുള്ള, എന്നാൽ ഈ ഞാൻ ഈ കഥകളെല്ലാം തന്നെ അങ്ങനെയുള്ള ഒരു ഭാഷ. അത് ഈ ഭാഷ മുമ്പേ ഇവിടെ ഒരു കുട്ടി ചോദിച്ചതുപോലെ ഇപ്പോൾ ഉള്ള ഭാഷ പഴയതുപോലെയല്ല, ഭാഷയല്ല, ഈ പ്രത്യേകിച്ചൊരു ഭാഷയോ ആഖ്യാനതന്ത്രമോ ഒന്നുമില്ല. ഓരോ സമയത്തും എഴുത്തുകാരന് കിട്ടുന്ന അവൻ്റെ ആ ഒരു സമൂഹം അവനിലുണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം കൊണ്ട് അവനൊരു രീതി കണ്ടെത്തുകയാണ്. ഒരിക്കലും ജിൻഷയുടെ ഭാഷയല്ല അഭിയത്തിൻ്റെ ഭാഷ, അഭിയത്തിൻ്റെ ഭാഷയല്ല ഈ സുഭാഷിൻ്റെ ഭാഷ. ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പുതു കഥകൾ ഇവിടെ ഇരിക്കുന്ന പല പ്രായത്തിലുള്ളവർക്കും, ഞാനൊക്കെ വായിച്ചു തുടങ്ങിയത്, ഞാൻ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ തകഴിയെയും അതുപോലെ തന്നെ കേശവദേവിനെയും പൊൻകുന്നം വർക്കിയെയും ബഷീറിനെയും ഒക്കെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുമായി പോയി കണ്ട് സംസാരിച്ച് അങ്ങനെ ഒരു സന്തോഷം പങ്കുവച്ചിട്ടുള്ള ആളാണ്. പക്ഷേങ്കിൽ അന്ന് മുതലുള്ള കഥകളുടെ ഒരു വരവ് എനിക്കറിയാം. ഈ വളരെ കൃത്യമാണ് പറഞ്ഞു, ഓരോ കാലത്തും പുതിയ കഥകളുണ്ടാകുന്നു. ഇന്ന് വിഷയം പുതുസ്വരങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ഇതിലെ ചില കഥകളൊക്കെ നിൽക്കും, പിന്നെയും നിൽക്കും. അല്ലാതെ ഇത് നമുക്ക് ഒരാളുടെ ഭാഷ നല്ലതാണെങ്കിൽ അതിനെ പിന്തുടരാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ചില ഭാഷകൾ കുറച്ച് കാലത്തേക്കേ നിൽക്കത്തുള്ളൂ, പക്ഷേ ചില കഥകൾ അത് അതേപോലെ തന്നെ നിലനിന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു മാനവികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂക്ഷ്മമായ ഒരു ശരി കഥകളിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവരുടെ കഥകളിലൊക്കെ നമുക്കത് കാണാനായിട്ടും സാധിക്കും. ഇവിടെ നമ്മുടെ സമയം ഒരു മിനിറ്റ് നമ്മൾ കൂടുതലെടുത്തിട്ടുണ്ട്. ഇതിവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഇത്രയും നേരം എന്നോടൊപ്പം പങ്കെടുത്ത ഇവർക്കും അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇതുപോലെ അവസരം തന്ന ഈ മനോരമയുടെ ഹോർത്തൂസ് ഭാരവാഹികളോടും നന്ദി പറയുന്നു.